തുടങ്ങാൻ പോകുന്നു. ദേശത്തിന്റെ ഏറ്റവും വലിയ വിചാരണ ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു സോ മച്ച്. ആപ്കി അദാലത്തിൽ നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വരൂ, ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു ഡാൻസറാണ്, ഒരു സോഷ്യൽ വർക്കറാണ്, നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് നാളെ ആയുള്ളൂ അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട്. ഇവരെ പറ്റി അറിയാൻ വേണ്ടി ജനങ്ങൾ എല്ലാവരും വളരെ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഈ വ്യക്തി ലോകസഭയിലേക്ക് നിൽക്കുന്ന ഒരു BJP കാൻഡിഡേറ്റ് ആണ്. ഇവരെ എതിർത്ത് നിൽക്കുന്നത് അസറുദ്ദീൻ ഓവൈസിയാണ്. സോ പ്ലീസ് വെൽക്കം ഹൈദരാബാദിൽ നിന്നും BJP മെമ്പർ മാധവി ലത. നിങ്ങളുടെ കയ്യടി നിർത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ആപ്കി അദാലത്തിലെ ജഡ്ജിയെ ഞാൻ വിളിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ജഡ്ജി വളരെ സ്പെഷ്യലായ ഒരു വ്യക്തിയാണ്. ലോകം മുഴുവനും തൻ്റെ ക്ലാസിക്കൽ ഡാൻസ് കൊണ്ട് പ്രശസ്തി നേടിയ വ്യക്തി. ഇവർക്ക് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ഇവർ ഭരതനാട്യത്തിന്റെയും ഒഡീസ ശൈലിയിലുള്ള നൃത്തത്തിന്റെയും ഗുരുവാണ്. പ്ലീസ് വെൽക്കം സോണൽ മാൻസിംഗ്. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ നമ്മുടെ ജഡ്ജി രാജ്യസഭാ മെമ്പർ സോണൽ മാൻസിംഗിനോട് ഇന്നത്തെ വിചാരണ തുടങ്ങാനുള്ള അനുവാദം നമുക്ക് വാങ്ങിക്കാം. വാദങ്ങൾ തുടങ്ങിക്കോളൂ. മാധവി ലതയ്ക്കെതിരായുള്ള കുറ്റാരോപണം ചുമത്തുന്നതിന് മുൻപ് മാധവി ലതയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും സോഷ്യൽ വർക്കിനെക്കുറിച്ചും നമുക്കൊരു പ്രാവശ്യം നോക്കാം. ഹൈദരാബാദിലുള്ള മാധവി ലത നല്ല ഒരു പ്രാസംഗികയാണ്. ഇവർ ഒരു ഭരതനാട്യ നർത്തകിയാണ്, പെയിന്ററാണ്, സിംഗറുമാണ്. ഇപ്പോൾ എല്ലാം ദേശം മുഴുവനും മാധവി ലതയെ പറ്റിയാണ് സംസാരിക്കുന്നത്. കാരണം ഇവർ ഇലക്ഷനിൽ അസറുദ്ദീൻ ഓവൈസിക്കെതിരായി ഹൈദരാബാദിൽ നിൽക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്റ്റാർ കാൻഡിഡേറ്റാണ് മാധവി ലത. ഓവൈസിയുടെ 40 വർഷത്തെ കുടുംബാധിപത്യം ഇല്ലാതാക്കാൻ വേണ്ടി മാധവി ലത അവിടെ മത്സരിക്കുന്നു. This time he is shaken. He is shaken to the extent that it changed his language. മോനെ, നീ ഭാഷ മാറ്റിയിരിക്കുകയാണ്. ഈ ലോകം മുഴുവൻ കാണിക്കുന്നുണ്ട്. പേടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. യുദ്ധം ഇതിനു മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു. മാധവി ലത ഹൈദരാബാദിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ചെയർപേഴ്സണാണ്. പല ചാരിറ്റബിൾ ട്രസ്റ്റും ഇവർ നടത്തുന്നു. മാധവി ലത പ്രസിദ്ധയായ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ഇവർ ഹൈദരാബാദിൽ ഹെൽത്ത് ക്യാമ്പ് നടത്തുന്നു, ടോയ്ലറ്റുകൾ കെട്ടിക്കൊടുത്തു, സ്വച്ഛ് ഭാരത് സ്കീമുകൾ നടപ്പിലാക്കി, ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടി പല പ്രവൃത്തികളും ചെയ്തു. പക്ഷേ അതിനുവേണ്ടിയും അവർ പല പോരാട്ടങ്ങളും നടത്തേണ്ടി വന്നു. ഇത് ഡെമോക്രസി അല്ല, ഇത് ബ്രിട്ടീഷ് റൂളിനേക്കാളും മോശമാണ്. മുഗൾസിനേക്കാളും ഔറംഗസിനേക്കാളും മോശമാണ്. അവർ ഒരുമിച്ച് കൂടി ചതിക്കുന്നവരാണ്. മാധവി ലത സനാതന ധർമ്മത്തെപ്പറ്റി വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ പ്രസംഗങ്ങളും നന്നായിരിക്കും. അവരുടെ ഭക്തിപ്പാട്ടുകൾ കേൾക്കുന്ന ജനങ്ങൾ അതിൽ മുഴുകി പോകാറുണ്ട്. ഹൈദരാബാദിലുള്ള നിസാം കോളേജിൽ ഗ്രാജുവേഷൻ ചെയ്തു. ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസിൽ MA നേടി മാധവി ലത ആപ്കി അദാലത്തിൽ തനിക്കെതിരായ കുറ്റങ്ങളെ അവർ സ്വയം വാദിക്കുന്നതായിരിക്കും. വരൂ, ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. മാധവി മാം, താങ്കൾ രാഷ്ട്രീയത്തിൽ പുതിയതാണ്, ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ഇവിടെ ആപ്കി അദാലത്തിൽ എന്തു തന്നെ പറഞ്ഞാലും അത് സത്യമായിരിക്കും, സത്യമല്ലാതെ ഒന്നും പറയില്ലെന്ന് സത്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്റെ കാശി വിശ്വേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. നമസ്തേ ഗസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രംബകായ ത്രിപുരാന്തകായ ത്രികാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമന്മഹാദേവായ നമഃ.
ഈശ്വര, എന്റെ വായിൽ നിന്ന് സത്യം മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ. ഞാൻ സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല. താങ്കൾ സത്യം ചെയ്തു തന്നു. ഭക്തിപ്പാട്ടോട് തുടങ്ങിയിരിക്കുകയാണ്. വരൂ, നമുക്ക് ഇന്നത്തെ ആപ്കി അദാലത്തിന്റെ വിചാരണ ഇപ്പോൾ തുടങ്ങാം. ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഹൈദരാബാദിലെ BJPയുടെ സ്റ്റാർ ലീഡർ മാധവി ലതയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ഇവർ ലൈഫിൽ ഡബിൾ റോൾ ചെയ്യുന്നു എന്നതാണ്. മാധവി മാം, താങ്കൾ രാഷ്ട്രീയത്തിൽ പുതിയതാണ്. താങ്കൾ മന്ത്രം പറയുന്നത് ഞാൻ കേട്ടു. താങ്കളുടെ ഒരു സൈഡാണ് ഞാൻ കണ്ടത്. താങ്കളെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന സമയത്ത് താങ്കളെപ്പറ്റി ഞാനൊന്ന് അന്വേഷിച്ചു. ഹൈദരാബാദിലൊരു ഫിലിം സ്റ്റാർ ഉണ്ട്, അവരോട് ഞാൻ ചോദിച്ചു. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, സൂക്ഷിച്ച് വേണം, താങ്കൾ ഫ്ലവർ അല്ല ഫയർ ആണെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ദുർഗാമാതയ്ക്ക് പൂജ ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ ആ ദേവി അടക്ക ഒതുക്കത്തോടെ മംഗളദേവിയായി പാർവതിയായിട്ടാണ് ഇരിക്കാറുള്ളത്. ഭർത്താവിന് ആവശ്യമുള്ളതെല്ലാം ചെയ്യും, കുട്ടികളെയും നന്നായി നോക്കും. അത്യാവശ്യം വന്നാൽ മഹിഷാസുര മർദിനിയായി മാറുകയും ചെയ്യും. അവൾ ചിലപ്പോൾ ഫ്ലവർ ആയിരിക്കും, ഫയറും ആയിരിക്കും. അവരാണ് എന്റെ റോൾ മോഡൽ. പക്ഷേ ഞങ്ങളവിടെ ഹൈദരാബാദിൽ അന്വേഷിച്ച സമയത്ത് 50% തെരുവുകളിലും ആരും വലുതായിട്ട് പോകാറില്ല. താങ്കൾ അവിടെയും പോയിട്ടുണ്ട്. താങ്കൾക്ക് പേടിയൊന്നുമില്ലേ? സർ, എനിക്ക് ജീവൻ തന്നതും ദൈവമാണ്, മരണം തരാൻ പോകുന്നതും ദൈവമാണ്. ഇടയ്ക്ക് ഇവരൊക്കെ ആരാണ്? ആ ദൈവം ഒരു പെണ്ണിന് ജീവൻ നൽകുമ്പോൾ എന്തിനു വേണ്ടിയാണ് മാതൃത്വത്തെ അവൾക്കുള്ളിൽ നിറച്ചയക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റൂ മാതാവിന് മാത്രം. ഒരമ്മ തന്റെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാനായി സിംഹത്തിനെപ്പോലും എതിർത്ത് നിൽക്കും. പാവങ്ങളെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുന്നത് തടയാൻ ഇവരൊക്കെ ആരാണ് സർ? എനിക്ക് ഭയമെന്ന വികാരമില്ല. താങ്കൾ എവിടൊക്കെ പോകുന്നോ അവിടെയെല്ലാം അമ്മ വന്നെന്നും പറഞ്ഞ് ജനങ്ങൾ ഓടിയാണ്. റൌഡികളും പോലീസുകാരും പേടിച്ചോടുന്നു. കുറച്ചു ദിവസത്തിന് മുമ്പാണ് ഇങ്ങനെ സംഭവിച്ചത്. ചങ്കേച്ചെർല എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു 7-8 പെണ്ണുങ്ങൾ ഹോളി കളിച്ചോണ്ടിരുന്നപ്പോൾ അവരെ കുറെ പേര് ഹരാസ് ചെയ്തു. ചില യുവാക്കൾ മസൂദിയിൽ നമാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവന്മാര് കല്ലെടുത്തെറിഞ്ഞതുകൊണ്ട് ഇവരെ തലയ്ക്ക് പരിക്ക് പറ്റി. ഇത് ഞാൻ അറിയാനിടയായി. ഉടൻ തന്നെ ഞാൻ പുറപ്പെടുകയും ചെയ്തു. അപ്പോ ഒരാള് പറഞ്ഞു, ഇത് നിങ്ങളുടെ കോൺസെന്റ്യൂസി അല്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കോൺസെന്റ്യൂസി അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും ചോദിക്കാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതെന്റെ കടമയാന്ന് ഞാൻ പറഞ്ഞു. അവളൊരു സ്ത്രീയാണ്, ഞാനും ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടുന്ന് പുറപ്പെട്ടു. ഏകദേശം ഒരു 3.5 കിലോമീറ്റർ പോയപ്പോൾ പോലീസ് എന്റെ വണ്ടി തടഞ്ഞു. എന്നെ മാത്രം തടഞ്ഞു നിർത്തി. മറ്റെല്ലാ വണ്ടിയും പറഞ്ഞയച്ചു. എന്റെ വണ്ടി മാത്രം തടഞ്ഞു നിർത്തി. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ, എന്നെ മാത്രം എന്തിനാ തടയുന്നേന്ന് ചോദിച്ചു. അപ്പൊ അവര്, അല്ല, നിങ്ങൾ പോവാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നെ മാത്രമാണ് പോകരുതെന്ന് പറഞ്ഞത്. ഇതെന്താ, എനിക്ക് മാത്രമുള്ള റൂളാണോ? എന്തുകൊണ്ട് ഞാൻ മാത്രം പോകാൻ പാടില്ലെന്ന് ചോദിച്ചു. അതിനുശേഷം ശരി, 4 വീലർ നിങ്ങൾ തടഞ്ഞു നിർത്തി, ഈ 2 വീലർ നിങ്ങൾക്ക് തടയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ റോഡിലൂടെ നടക്കാൻ തുടങ്ങി. കൂടെ എന്റെ ആൾക്കാരും നടന്നു തുടങ്ങി. എന്റെ പുറകിന് 10 പോലീസുകാർ ഓടി വന്നു. അവന്മാരുടെ അഹങ്കാരം കുറയട്ടെ, ഓടട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അതിനുശേഷം പറഞ്ഞു, അമ്മേ, ദയവേത് നിങ്ങൾ വണ്ടി എടുത്തോണ്ട് തന്നെ പൊയ്ക്കോ. കാരണം റോഡില് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം എനിക്ക് വേണ്ടി നിന്നു. അത് കണ്ടപ്പോ അവര് പേടിച്ചു. അതിനുശേഷം ഞാൻ എന്റെ വണ്ടി എടുത്തോണ്ട് വന്നു. ഏത് സ്ഥലത്താണോ ഈ ഇൻസിഡന്റ് നടന്നത് അവിടുന്ന് ചങ്കേച്ചറിലേക്ക് പോകണമെന്നാ വിചാരിച്ചത്. പക്ഷെ അവിടെ ബാരിക്കേഡ് ഇട്ടു. എന്നെ കണ്ടതിന് ശേഷം 15 പോലീസുകാരും കൂടി വന്നു. അപ്പോ എന്റെ മുമ്പിലുണ്ടായിരുന്ന കുറെ യുവാക്കൾ ഇങ്ങോട്ട് വന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് അവരാകെ തളർന്നുപോയി. അവരെന്നെ കണ്ട ഉടനെ, ദേ അമ്മ വന്നടാ എന്നും പറഞ്ഞ് എന്നെ കണ്ട ഉടനെ അവർക്ക് അത്രയ്ക്ക് വിശ്വാസമായി. അപ്പോ പോലീസ് ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ആ സമയത്തൊരു യുവാവ് എന്നെ നോക്കി എന്താ പറഞ്ഞെന്നറിയോ? എന്ത്, അവിടെയും മിണ്ടരുതെന്ന് പറഞ്ഞു, ഇവിടെയും മിണ്ടരുതെന്ന് പറയുന്നു? എത്ര ദിവസം നിങ്ങളുടെ ഈ ആധിക്യം നടക്കും? എന്നെ കണ്ടപ്പോ അയാൾക്കും വിശ്വാസായി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം സത്യം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ധൈര്യമായിട്ട് നിന്നു. സാരി ഉടുത്ത ഡോൺ വന്നെന്ന് പറഞ്ഞ് അവിടെ ഉള്ള റൌഡികളൊക്കെ ഓടിയെന്നാ ഞാൻ കേട്ടത്. മറ്റുള്ളവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ ലേഡി സിംഹം വരുന്നുവെന്ന്. ചിലപ്പോ അത്യാവശ്യമായിരിക്കും, നീഡ് ഓഫ് ദി അവർ. ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. ഇല്ല, ഇപ്പോഴാണോ താങ്കൾ ഇങ്ങനെ? അല്ല, കുട്ടിക്കാലം മുതലേ ഇങ്ങനെ തന്നെയാണോ? കുറെ ആണുങ്ങൾ എന്റെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ട്രഡീഷണൽ ഔട്ട്ഫിറ്റിലായിരിക്കും. എന്താന്ന് വെച്ചാൽ അത് കുട്ടിക്കാലത്ത് എങ്ങനെയാണ് ഉണ്ടായിരുന്നെന്ന് ഒരു ഫോട്ടോ എന്റെ കൈവശമുണ്ട്. അത് ജനങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എവിടുന്ന് കിട്ടി? അത് എന്റെ അടുത്ത് പോലും ഇല്ലല്ലോ.
വളരെ ബുദ്ധിമുട്ടി അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഈ ഫോട്ടോ. താങ്കളുടെ പല പല പ്രായത്തിലുള്ള ഫോട്ടോയാണ്. NCC കാൻഡിഡേറ്റ് ആയിട്ടുള്ളപ്പോൾ ഉള്ള ഫോട്ടോയുണ്ട്, അതുപോലെ വളരെ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസുകളും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? കാരണം എന്റെ ഓർമ്മയിൽ 1998 ആണെന്ന് തോന്നുന്നു. സെപ്റ്റംബർ മാസം വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ആദ്യമായിട്ടാണ് ഹൈദരാബാദിൽ അത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ ഞാൻ AWSH വീട്ടിലായിരുന്നു. എന്നുവെച്ചാൽ എക്കണോമിക്കലി വീക്കറായിട്ടുള്ള ജനങ്ങൾ, എന്നുവെച്ചാൽ SC ST ജനങ്ങൾ, എക്കണോമിക്കലി താഴെയുള്ളവർക്ക് ആ വീട് നൽകാറുണ്ട്. ആ വീട്ടിലാണ് ഞാൻ വളർന്നു വലുതായത്. എന്റെ വീട് ഹൈദരാബാദ് ഹോൾ സിറ്റി കോൺസ്റ്റിറ്റൻസിയിൽ, യാക്കത്പുര അസംബ്ലി കോൺസ്റ്റിറ്റൻസിയിൽ സന്തോഷ് നഗറിലായിരുന്നു. ഞങ്ങളുടെ വീട് 3 ഫീറ്റ് താഴെയായിരുന്നു. അതിന്റെ മുകളിലൂടെയാണ് റോഡ് പോകുന്നത്. വലിയ മഴയായിരുന്നതുകൊണ്ട് വെള്ളം മുഴുവൻ വീടിനകത്ത് കയറി. ആ വെള്ളം എന്റെ ഹിപ്പിനടുത്ത് വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ എല്ലാ ഫോട്ടോസും, ആ സമയത്ത് ഓൾമോസ്റ്റ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യായിരുന്നു. 19 or 20 ആൽബംസ് വെള്ളത്തിൽ ഒലിച്ചുപോയി. ഒരു ഫോട്ടോ പോലും എന്റെ കയ്യിലില്ലായിരുന്നു. രജിത് സർ, നിങ്ങൾ ആളൊരു പുലി തന്നെയാ. ഇത്രയും ഫോട്ടോസ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയില്ല. എനിക്കും ഇതിന്റെ ഒരു കോപ്പി തരണം. ഇത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ആ മാധവി എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും താങ്കൾക്ക് ഷെയർ ചെയ്യും. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ മതിയാവും, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ടീമിന് ശരിക്കും കഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷെ അത്ഭുതം എന്താന്ന് വെച്ചാൽ രജിത് സർ, ഇന്നും കോൺസിസ്റ്റൻസി അതുപോലെ തന്നെയാ. അന്നത്തെ പോലെ തന്നെ ഇന്നും കോൺസിസ്റ്റൻസി അതുപോലെ തന്നെയുണ്ട്. നിങ്ങളെന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ കണ്ടില്ലേ? അന്ന് എനിക്ക് 3 വയസ്സാണ്. ആൻഡ് ടുഡേ ഐ എം ഓൾമോസ്റ്റ് 50 years old. ഇന്ന് വരെ ഒന്നും മാറിയിട്ടില്ല രജിത് സർ. ഇന്നും മഴ പെയ്താൽ അതേ അവസ്ഥയാണ്. ഇന്നും ജനങ്ങൾ AWSHനേക്കാളും ചെറിയ വീട്ടിലാണുള്ളത്. ഇന്നത്തെ രാഷ്ട്രീയവും അതേ അളവിൽ സെക്യുലറാണ്. എത്രത്തോളം മുസ്ലിംസ് ദരിദ്രരാണോ ഹിന്ദുക്കളും അതുപോലെ തന്നെയാ. പ്രശംസിക്കുക തന്നെ വേണം. കാരണം അവര് സെക്യുലറായി തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. പാവപ്പെട്ടവരാണെങ്കിലും സെക്യുലറാണെന്ന് തെളിയിച്ചു. ഇതിനെ നമ്മൾ പ്രശംസിച്ചേ പറ്റൂ. ഇന്നും അവിടെ വിദ്യാലയങ്ങളില്ല, കോളേജുകളുമില്ല. വഴിയിലൂടെ നടക്കാൻ പോലും കുട്ടികൾ പേടിക്കുക. താങ്കളുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയൂ. ഓൾ സിറ്റിയിൽ അപ്പോഴുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും താങ്കളുടെ സാഹചര്യവും. എന്തിനു കൂടുതൽ പറയണം? എന്റെ വീടിനെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. എന്റെ വീടിന്റെ മുമ്പിൽ ഒരു റോഡുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് സൈക്കിളിലാണ് പോവാറുള്ളത്. എന്റെ അച്ഛനൊരു സൈക്കിളുണ്ടായിരുന്നു. അച്ഛനൊരു മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് കടയിൽ ഇൻചാർജായിരുന്നു. പക്ഷേ എന്തെങ്കിലും ആഘോഷ ദിവസങ്ങളിൽ, അത് മുസ്ലിമിന്റെ ആഘോഷമായാലും ഹിന്ദുവിന്റെ ആഘോഷമായാലും, എല്ലാവരും ഒരുമിച്ചാണ് അത് ആഘോഷിക്കാറുണ്ടായിരുന്നത്. കുട്ടിയായിരുന്നതുകൊണ്ട് റോഡ് വലുതായി തോന്നിയിരിക്കാം. അല്ല, ശരിക്കും അത് വലുതാണോന്നൊന്നും അറിയില്ല. ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ റോഡിലൂടെ ഞാൻ പോകുമ്പോ ആ റോഡിന്റെ മുകളിൽ വീടുകൾ കാണാൻ സാധിച്ചു. ഏത് തെരുവിലാണോ 100 ഹിന്ദുക്കളുണ്ടായിരുന്നത്, ഇപ്പൊ അതേ തെരുവിൽ 5 ഹിന്ദുക്കളേ ഉള്ളൂ. ഞാൻ 1990-ൽ 80s ആൾക്കാരായിരുന്നു. അന്ന് കമ്മ്യൂണൽ പോരാട്ടം നടക്കായിരുന്നു. രാത്രിയൊക്കെ വല്ലാതെ പേടി തോന്നും. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അന്ന് വീട്ടിലുള്ള ആണുങ്ങളും മുതിർന്നവരുമൊക്കെ കയ്യിലൊരു വലിയ വടിയെടുത്തോണ്ട് സെക്യൂർ ചെയ്യാനിറങ്ങും. സ്ത്രീകളൊക്കെ മുളകുപൊടി പൊതിഞ്ഞെടുത്തോണ്ട് തയ്യാറായി നിൽക്കും. എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പാതിരാത്രിയിൽ ആര് എവിടുന്ന് വന്ന് അടിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. വല്ലാതെ പേടിച്ചിരുന്നു. ചെറിയൊരു ശബ്ദം കേട്ടാലും ഞങ്ങള് പേടിച്ച് ഞെട്ടി ഉണരും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സത്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് കമ്മ്യൂണൽ റൈറ്റ്സ് നടക്കുകയായിരുന്നു. ഇന്ന് പൊളിറ്റിക്കൽ റൈറ്റ്സ് നടക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. പക്ഷേ മാധവി മാഡം, ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം IT സിറ്റി എന്നാണ് പറയുന്നത്. ലോകം മുഴുവനും പ്രശസ്തവുമാണ്. ഏത് ഹൈദരാബാദിനെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അത് തെലങ്കാനയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന ഹൈദരാബാദ് ഏതാണെന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ നിർഭാഗ്യരാണെന്ന് തോന്നുന്നു. അതൊരു ലോക്സഭാ പാർലമെന്റ് കോൺസ്റ്റിറ്റൻസി. അതിന് താഴെ 7 കോൺസ്റ്റിറ്റൻസീസ് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നാസ്കോം എന്താ പറയുന്നതെന്ന് വെച്ചാ, ഏകദേശം 3 ലക്ഷം പുതിയ IT ജോബ്സ് നാട് മുഴുവനും ഹയർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഓൾമോസ്റ്റ് 120
1,20,000 ജോലികൾ തെലങ്കാനയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഹൈദരാബാദിലാണ് ഹയർ ചെയ്യുന്നത്. എല്ലാരും അത്ഭുതപ്പെടുന്ന കാര്യം എന്താന്ന് വെച്ചാ അതിന്ന് 2-3% പോലും ഹൈദരാബാദിലെ ലോക്സഭാ പാർലമെന്റിൽ നിന്ന് ഹയർ ചെയ്യാറില്ല. അതുമാത്രമല്ല, ആർക്കൊക്കെയാണ് IT ജോബ് കിട്ടിയത്? ഏതോ ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചോ എങ്ങനെയോ ഒന്ന് ജോബ് കിട്ടിയെന്ന് വിചാരിച്ചു. അതിനുശേഷം അവര് ഹൈദരാബാദ് ലോക്സഭാ പാർലമെന്റിൽ നിന്ന് പൊയ്ക്കളയും, ഹൈടെക് സിറ്റിയിലേക്ക് പോകും. അവർക്കവിടെ നിൽക്കാൻ താല്പര്യമില്ല. ആ ഏരിയയും വേണ്ട, ആ ദരിദ്ര ജീവിതവും താങ്കൾ എന്താ വേണ്ട. പറയുന്നതെന്ന് വെച്ചാൽ മുസ്ലിം കുട്ടികൾ മദ്രസയിലേക്ക് പോകണം, അവിടെ അവർക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ താങ്കളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചില്ലെന്നുള്ളതാണ്. താങ്കളുടെ കുട്ടികളെ വീട്ടിൽ തന്നെ വെച്ച് പഠിപ്പിച്ചെന്നാണ് അറിഞ്ഞത്. സർ, ഞാൻ എന്റെ കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ കാരണം എന്താന്ന് വെച്ചാ എന്റെ കുട്ടികൾ കരഞ്ഞോണ്ട് സ്കൂളിലേക്ക് പോകുന്ന എനിക്ക് കാണാൻ വയ്യ. കുട്ടികള് ചിരിച്ചോണ്ട് കളിക്കുമ്പോൾ, ചിരിച്ചോണ്ട് കാഡ്ബറീസ് കഴിക്കുമ്പോൾ, ചിരിച്ചോണ്ട് സിനിമ കാണുമ്പോൾ, കാർട്ടൂൺസ് കാണുമ്പോൾ, ചിരിച്ചുകൊണ്ട് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? നിങ്ങൾ തന്നെ പറയൂ. ഞാൻ 25-30 വയസ്സ് വരെ ടീച്ചറായിരുന്നു. അന്നൊക്കെ എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ടായിരുന്നു, എന്തുകൊണ്ട് കുട്ടികൾ ചിരിച്ചുകൊണ്ട് പഠിച്ചുകൂടാ? കുട്ടികളെ പഠിപ്പിക്കാനായി ഏതൊക്കെ ക്ലാസ്സിലേക്ക് ഞാൻ പോകാറുണ്ടോ ആ ക്ലാസ്സിൽ ഒരു കുട്ടി പോലും ഇതുവരെ കരഞ്ഞിട്ടില്ല. ഈ മദർഷയുടെ കാര്യത്തിലേക്കെത്തുമ്പോൾ അവർ അച്ഛനും അമ്മയൊന്നും ഇത്രയും പഠിച്ചിട്ടില്ലല്ലോ. ചിലപ്പോ പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിരിക്കില്ല. മദർഷയിലേക്ക് കുട്ടികൾ എന്തിനാ പോകുന്നതെന്ന് വെച്ചാ അവരുടെയൊക്കെ മാതാപിതാക്കൾ 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ പോലും പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. എന്നെ തന്നെ നിങ്ങൾ എക്സാമ്പിളായിട്ട് എടുത്തോളൂ സർ. വിദ്യാഭ്യാസം മദർഷ കൊണ്ട് എല്ലാവർക്കും നല്ലത് സംഭവിച്ചാൽ ആദ്യം സന്തോഷിക്കുന്ന ആള് ഞാൻ തന്നെയായിരിക്കും സർ. ആ മദ്രസയൊക്കെ നടത്തുന്ന എല്ലാവരെയും, അതുപോലെ മുസ്ലിം സ്ത്രീകളെയൊക്കെ താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ടെന്ന് കേട്ടു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ മാധവി ലത ഇവിടെ വന്ന് ഞങ്ങളെ കൺഫ്യൂഷനാക്കിയിട്ട് പോകാറുണ്ടെന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരൂ, അതെയോ? വന്ന് എന്തെങ്കിലും ജോലിക്ക് പോകാൻ താങ്കൾ പറയുന്നു. ആ കുട്ടികളെ പ്രസവിക്കാൻ പാടില്ലെന്ന് താങ്കൾ പറയുന്നു. സാർ, ഞാൻ നിങ്ങളുടെ 3 ചോദ്യങ്ങൾക്കും അതേ സീക്വൻസിൽ ഉത്തരം പറയാം. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാ ആ മദർഷയിൽ ഞാൻ ഭക്ഷണം അയക്കാറുണ്ട്, മെഡിക്കൽ ക്യാമ്പ്സ് നടത്താറുണ്ട്. ഞങ്ങൾ അവർക്ക് മെഡിസിൻസ് ഫ്രീ ആയിട്ട് നൽകുന്നു. മാത്രമല്ല, അവർക്ക് നോമ്പിന്റെ സമയത്ത്, ഇഫ്താറിന്റെ സമയത്ത് അവർക്ക് ഭക്ഷണം നൽകും, ബ്ലാങ്കറ്റ്സ് നൽകും, വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും, റെഫ്രിജറേറ്റേഴ്സ് വാങ്ങിക്കൊടുക്കും. ഇങ്ങനെ ഒരുപാട്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. അമ്മേ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ദയവേത് പുറത്തു പറയരുത്. മദർഷയെക്കുറിച്ച് പുറത്തു പറയരുത്. ഞങ്ങൾക്കും കുട്ടികൾക്കും ചെയ്തതൊന്നും പുറത്തു പറയരുത്. കാരണം ഞങ്ങൾക്ക് നേതാക്കന്മാരിൽ നിന്നും ഭീഷണിയുണ്ട്. പുറത്തുനിന്ന് ആരുടെ അടുത്തൊന്നും സഹായം സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്തെ സത്യം എന്താണ്? മാത്രമല്ല, മൗലാന സർ എന്താണ് പറയുന്നത്? എന്റെ ടീം മെമ്പേഴ്സിനെ നോക്കി നിങ്ങളിൽ ആരെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ കാല് തല്ലി ഒടിക്കുമെന്ന്. എന്റെ ടീം മെമ്പേഴ്സിനോട് പോലും അങ്ങനെയാ പറയുന്നത്. ആരും അറിയാതെ തന്നിട്ട് മിണ്ടാതെ പൊയ്ക്കോണം. നിങ്ങൾ ചോദിച്ച മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാം. ഒരിക്കലും പ്രസവിക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരു സ്ത്രീയെയും നോക്കി ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാ, എത്ര കുട്ടികളെ വേണമെങ്കിലും പ്രസവിച്ചോ, പാണ്ഡവരെ പ്രസവിച്ചോ, കൗരവർക്കൊരിക്കലും ജന്മം നൽകരുതെന്നാ ഞാൻ പറയാറുള്ളത്. അവരോടെല്ലാം ഞാൻ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്ക് ജന്മം നൽകുന്നു, പക്ഷെ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാറില്ല, അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാറില്ല. എന്നുവെച്ചാൽ ഈ രാജ്യത്തിന് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? കാരണം ഒരു അമ്മയ്ക്ക് മാത്രമേ മറ്റൊരമ്മയുടെ വിഷമം മനസ്സിലാവൂ. അമ്മമാരെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ചോളൂ, പക്ഷെ അവരെ നാടിനൊരു സമ്പത്തായി നൽകൂ. ഒരു കൊച്ചു കുഞ്ഞിന് അവൻ എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് അറിയാൻ സാധ്യതയില്ല. അവന്റെ ജീവിതം എങ്ങോട്ടാണ് പോന്നെന്ന് വെച്ചാ അവിടുന്ന് അവൻ തിരിച്ചു വരണമെന്ന് വിചാരിച്ചാൽ പോലും അവന് തിരിച്ചു വരാൻ കഴിയില്ല. ആ കാര്യമാണ് ഞാൻ അവരെ പഠിപ്പിക്കുന്നത്. താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അവിടെയുള്ളവരെന്താ പറയുന്നതെന്ന് വെച്ചാ, ഹൈദരാബാദിനെ നാണം കെടുത്തുന്നു, ഓൾ സിറ്റിയെ താങ്കൾ നാണം കെടുത്തുന്നു, അവിടെയുള്ള പെൺകുട്ടികളെല്ലാം തെറ്റായ മാർഗത്തിലൂടെ പോകുന്നെന്നും താങ്കൾ പറയുന്നു. സർ, ഇതൊരു 15 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. ഒരു പെൺകുട്ടി മിഡിലിൽ നിന്ന് അവളുടെ അമ്മയെയും അച്ഛനെയും ഫോണിൽ വിളിക്കുകയാണ് ഹൈദരാബാദിലേക്ക്. അമ്മയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവിടെ വലിയൊരു വിരുന്നൊരുക്കണം. നിങ്ങളുടെ മകൾക്ക് 18 പ്രാവശ്യം കല്യാണം കഴിഞ്ഞു. ഇതാണ് സർ സത്യം. 16 വയസ്സുള്ള പെൺകുട്ടി ഒരു 70 വയസ്സുള്ള അറേബ്യക്കാരനുമായി കല്യാണം കഴിക്കുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടിയാണെങ്കിലും അവൾ പെൺകുട്ടിയല്ലേ? ഇതിലെന്താണ് പക്ഷഭേദമുള്ളത്? എല്ലാവർക്കും കുട്ടിയല്ലേ അവൾ. എനിക്കും 2 പെൺകുട്ടികളുണ്ട്. ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ ധൈര്യമുണ്ടാവും? ഇതാണ് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്.
20 വയസ്സുവരെ എന്റെ പെൺകുട്ടികളെ ഞാൻ കല്യാണം കഴിപ്പിക്കില്ല. എന്റെ പെൺകുട്ടികളെ പഠിപ്പിച്ച് വലിയൊരു നിലയിലെത്തിക്കണം. ഒരമ്മയ്ക്കും മറ്റൊരമ്മയ്ക്കുമിടയിൽ ഒന്നും തടസ്സമാവില്ല സർ. നമ്മുടെ പെൺകുട്ടി നല്ല രീതിയിൽ മറ്റൊരു വീട്ടിലേക്ക് പോണം. നല്ലൊരു കുടുംബത്തിലെ പയ്യനുമായി അവളുടെ കല്യാണം നടക്കണം. അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം. നല്ലവണ്ണം കുടുംബവും നോക്കണം. ദൈവത്തോടുള്ള എന്റെ അപേക്ഷ ഇത് മാത്രമാണ്. എന്നാൽ പറഞ്ഞ വിശ്വസിക്കില്ല, നമ്മുടെ നാട്ടിൽ പല വീടുകളിൽ നമ്മുടെ പെൺകുട്ടികൾ ക്രൂരതകൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ശബ്ദം 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അവരുടെ നിസ്സഹായത കാരണം 2ാമതും 3ാമതും 4ാമതും പോലും കല്യാണം കഴിക്കേണ്ടി വരുന്നു. കാരണം അതിനുശേഷം അവൾക്കുള്ള 8ഉം 9ഉം 10ഉം കുട്ടികൾക്കവൾ ആഹാരം കൊടുക്കേണ്ടതായി വരുന്നു. അതുകൊണ്ട് അവരുടെ വീട്ടിലെ ദാരിദ്ര്യം കാരണം പെൺകുട്ടികളെ വിൽക്കുന്നു. താങ്കൾ ഇതുപോലെ പൊട്ടുവെച്ചുകൊണ്ട്, രുദ്രാക്ഷം ധരിച്ചുകൊണ്ട്, അതുപോലെ നെറ്റിയിൽ കുങ്കുമം വെച്ചുകൊണ്ട് മുസ്ലിംസ് കൂടുതലുള്ള തെരുവുകളിലേക്ക് പോകുന്നു. അവിടെ താങ്കളെ അലോ ചെയ്യുന്നുണ്ടോ അവര്? 8 വർഷങ്ങളായി പ്രത്യേകിച്ച് ഈ മുസ്ലിംസുള്ള തെരുവുകളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒരു തവണ പോലും, ഞാൻ പറയുന്നത് സത്യമാണ്, ഒരു തവണ പോലും ഒരു മുസ്ലിം പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബമോ നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയാ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടേയില്ല. മറ്റൊരു സത്യം കൂടി ഞാൻ പറഞ്ഞേ പറ്റൂ. നമ്മുടെ പ്രിയപ്പെട്ട അസർജിയുടെ ആൾക്കാര് വരും, റേഷൻ കൊണ്ടുവന്ന സഞ്ചിയൊക്കെ ചെക്ക് ചെയ്യും. ആരാണിവരൊക്കെ, എവിടുന്നാണ് വരുന്നത്, ഇവിടെന്താണ് ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ ഡ്രൈവേഴ്സ് എപ്പോഴും പേടിക്കാറുണ്ട്. കാരണം എന്റെ കൂടെ അപ്പോഴൊക്കെ ജോലി ചെയ്യാനായി 2ഓ 3ഓ പേരേ വരാറുള്ളൂ. ഞാൻ എപ്പോഴൊക്കെയാണോ ആ സ്ത്രീകളെ കാണാൻ പോകുന്നത്, അവരുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ കേൾക്കാൻ പോകുന്നത്, ഉറപ്പായും ഞാൻ വെറും കൈയോടെ പോവാറില്ല. 1 മാസത്തെ റേഷനെങ്കിലും കൊണ്ടുപോകും. എന്നെ പരിചയപ്പെട്ടതിനു ശേഷം ഒരമ്മ പോലും അവരുടെ വീട്ടിലേക്ക് വെറും കൈയോടെ പോകരുത്. അവരുടെ കുട്ടികൾക്കുള്ള ഭക്ഷണവുമായി മാത്രമേ ഞാൻ പോകാറുള്ളൂ. നിങ്ങൾ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഹൈദരാബാദിലെ ഗുണ്ടകൾ, അതായത് ആ നാട്ടിലുള്ള ഗുണ്ടായുസങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരെ എതിർത്ത് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ ധൈര്യം വരുന്നേ? ഇത് എന്റെ ഒരാളുടെ മാത്രം ധൈര്യമല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഹിന്ദുവും മുസ്ലിമും ഒരേപോലെ തന്നെയാണ് തല്ലുകൂടാറുള്ളത്. എനിക്കവരെക്കാൾ മഹത്വം ഒന്നുമില്ല മോളെ. അവരാണ് എനിക്ക് ധൈര്യം നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കാൻ പറ്റുമായിരുന്നോ? പറയൂ. ആരെങ്കിലും ഒരാൾ ആദ്യം ധൈര്യമായിട്ട് മുമ്പോട്ട് പോയേ പറ്റൂ. ആ ഒരാൾ ഞാനാണെങ്കിൽ അതെന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷെ താങ്കളുടെ ധൈര്യം റൗഡികളോട് വഴക്കുണ്ടാക്കുന്നതിൽ മാത്രമല്ല. താങ്കളോട് വിവാഹം കഴിക്കാൻ പറഞ്ഞ് കുടുംബത്തിലുള്ളവർ പ്രഷർ ചെയ്തപ്പോൾ ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുത്തിട്ട് ആ പയ്യന്റെ വീട്ടിലേക്ക് താങ്കൾ പോയെന്ന് കേട്ടു. ഒരു പയ്യൻ അതിക്രമിച്ചൊരു പെൺകുട്ടിയുടെ വീട്ടിൽ കയറിയ പോലെയാണല്ലോ പറയുന്നേ. ഞാൻ എന്റെ കെട്ടിയോന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചൊന്നുമല്ല കേറിയത്. അദ്ദേഹം പരസ്യം കൊടുക്കുമ്പോൾ ഹീസ് ആൻ IIT ഫ്രം ചെന്നൈ. കല്യാണത്തെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പരസ്യമായിരുന്നു കൊടുത്തിരുന്നത്. എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു. എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ ഒരു പയ്യനെ തേടി തേടി എന്റെ അച്ഛൻ ആകെ മടുത്തു. എന്റെ കയ്യിലും നീളത്തിലൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ലിസ്റ്റിലെ ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ സ്ത്രീധനം ചോദിക്കരുത്. അവര് തന്നെ മുഴുവൻ ചെലവും ഏറ്റെടുത്ത് എന്നെ കെട്ടിക്കൊണ്ടു പോകണം. എല്ലാവരും മഹാലക്ഷ്മി വീട്ടിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കാറുള്ളത്. മഹാലക്ഷ്മി ചെലവേതങ്ങോട്ട് പോവില്ലല്ലോ. മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടു പോണെങ്കിൽ അവര് വേണ്ട ചെലവ് ചെയ്യാൻ. എങ്ങനെയോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കാശിയിലെ വിശ്വേശ്വരൻ സ്വയം ഇറങ്ങി വന്നതുപോലെയാ തോന്നിയേ. എന്റെ ഭർത്താവിന്റെ പേരും വിശ്വനാഥ് ശർമ്മ എന്ന. അപ്പോ കല്യാണത്തിന്റെ മുഴുവൻ ചെലവും അദ്ദേഹം ഏറ്റെടുത്ത് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. എന്റെ ഭാഗത്തുനിന്ന് ഒരു പൈസ പോലും ചെലവാക്കിയില്ല. ചെലവാക്കാൻ ഞാൻ അനുവദിച്ചുമില്ല. താങ്കളുടെ കല്യാണത്തിന്റെ സീക്രട്ട് പറഞ്ഞു, പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വന്ന സീക്രട്ട് ഒന്ന് പറയാൻ സാധിക്കൂ? സർ, നിങ്ങൾ എത്രമാത്രം അത്ഭുതപ്പെടുന്നോ എനിക്കും അത്രയും അത്ഭുതം തന്നെയാ. നിങ്ങളെല്ലാവരും ലോക്സഭയിലെ പേരുകൾ പറയുമ്പോൾ നിങ്ങളെല്ലാവരും TV കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഞാനും അപ്പം എന്റെ കെട്ടിയോന്റെയും കുട്ടികൾക്കൊപ്പം സന്തോഷമായിട്ടിരുന്ന് TV കാണുന്നുണ്ടായിരുന്നു. സ്ക്രോളിൽ എന്റെ പേര് വന്നു. എന്റെ പേരവര് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അതെന്റെ പേര് തന്നെയാണോ? സ്വപ്നം കാണുമെന്നറിയാൻ ഞാൻ എന്നെ ഇങ്ങനെ നുള്ളി നോക്കി. അപ്പന്റെ പേരെന്ന് മനസ്സിലായി. അത്രയുള്ളൂ. എനിക്കത്രേ അറിയൂ സർ. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല.
താങ്കൾ BJPയുടെ ഒരു ലീഡറിനെയും പോയി കണ്ടിട്ടില്ല, മോദിജിയെയും പോയി കണ്ടിട്ടില്ല. പക്ഷെ നേരിട്ട് ലോക്സഭാ ഇലക്ഷനിൽ അതും OWൈസിക്കെതിരായിട്ട് മത്സരിക്കാൻ. സർ, ഇതിനു മുമ്പ് ഞാൻ മോദിജിയെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് കരുതിയേനെ സർ. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. ടിവിയിലാണ് ഞാൻ കണ്ടത്. എനിക്ക് ടിക്കറ്റ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിലൂടെ എനിക്ക് അദ്ദേഹത്തെ കാണാമല്ലോ. അദ്ദേഹം ഈ യുഗത്തിലെ വലിയൊരു മഹാനാണ് സർ. പിന്നെ എന്റെ മുഖം കാണാതെ തന്നെ, ഞാൻ ആരാണ് എന്താണെന്ന് അറിയാതെ തന്നെ, എന്റെ വർക്ക് മാത്രം കണ്ട്, ഞാൻ 20 വർഷങ്ങളായി ചെയ്ത ചാരിറ്റബിൾ വർക്ക്സ് മാത്രം കണ്ട്, ഹൈദരാബാദിൽ ആര് വേണമെങ്കിലും വരാം, 1008 നോർമൽ ഡെലിവറീസ് ഫ്രീയായി നടത്തുമെന്ന് ഡിക്ലെയർ ചെയ്തിരുന്നു ഹൈദരാബാദ് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ. ഇതൊക്കെ അദ്ദേഹം അറിഞ്ഞിരുന്നു. ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത്? മോദിജിയെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? അദ്ദേഹം ഡൽഹിയിലിരുന്നോണ്ട് ഇതുവരെ എന്നെ കണ്ടിട്ട് പോലുമില്ല. എന്നെക്കുറിച്ച് അറിഞ്ഞുവെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി ഇവർക്ക് അസദ് സാറിനെ എതിർക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് ടിക്കറ്റ് തന്നു. ഇതിലും വലിയ ട്രാൻസ്പെറന്റ് പോളിറ്റിക്സ് എന്താണ് വേറെയുള്ളത്? നിങ്ങൾ തന്നെ പറഞ്ഞേ. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു സർ. ഐ ആം ടോട്ടലി ഫ്ലാറ്റ്. കാരണം താങ്കളുടെ പേര് വന്നപ്പോൾ ആർക്കാണ് സീറ്റ് കൊടുത്തതെന്ന് പറഞ്ഞ് എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ആരാണിവരെന്ന് ടെററായിട്ട് ചോദിക്കുന്ന പോലുണ്ട്. സാർ, ഞാൻ പ്രേതമൊന്നുമല്ല, ഒരു മനുഷ്യ സ്ത്രീയാ. നന്മ ചെയ്യാൻ വേണ്ടിയാ വന്നത്. OWൈസി സാറും താങ്കൾ ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. താങ്കളെ പറ്റിയുള്ള കുറ്റാരോപണങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മാധവിലതയ്ക്കെതിരായുള്ള കുറ്റങ്ങളും അതിനുള്ള ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. లేచింది నిద్ర లేచింది మహిళా లోకం దద్దరిల్లింది പുരുഷ പ്രപഞ്ചം. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ സ്ത്രീകളെല്ലാവരും ഉണർന്നു കഴിഞ്ഞു, ആണുങ്ങൾ സൂക്ഷിക്കണമെന്ന്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു സർപ്രൈസ് ഗസ്റ്റ് ആണ്. അവരുടെ പേര് മാധവി ലത. അടുത്ത കുറ്റാരോപണം നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഹൈദരാബാദിൽ നിന്നും വന്ന BJPയുടെ സ്റ്റാർ ലീഡർ മാധവി ലതയ്ക്കെതിരായ കുറ്റാരോപണം ഇവർ OWൈസി സാറിനെ വളരെയധികം ഉപദ്രവിക്കുന്നു എന്നതാണ്. മാധവി മാഡം, ഇവിടെ നോക്കുകയാണെങ്കിൽ താങ്കൾ രാഷ്ട്രീയത്തിൽ വന്ന് വെറും 4 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. 40 വർഷമായിട്ട് ഹൈദരാബാദ് സീറ്റിൽ കുടുംബപരമായിട്ട് ഭരിച്ചുകൊണ്ട് വരുന്നവരെ താങ്കൾ ഉപദ്രവിക്കുകയാണ്. അദ്ദേഹത്തെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 3 ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അതെ സർ. അഥവാ ഞങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ ബോഗസ് വോട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളും 4000 വർഷങ്ങൾ ജയിച്ചോണ്ടേയിരുന്നേനെ. എന്തുചെയ്യാനാ? ഞങ്ങളുടെ കയ്യിൽ ബോഗസ് വോട്ട്സ് ഇല്ലല്ലോ. അവരുടെ കയ്യിൽ 6,20,000 ബോഗസ് വോട്ട്സ് ഉണ്ട്. ഒരു എപ്പിക് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്ക്. ആ എപ്പിക് നമ്പറിലൂടെ നിങ്ങൾക്ക്, അതായത് എലക്ഷൻ സൈറ്റിൽ നിങ്ങൾക്ക് 2 സ്ഥലത്തുനിന്ന് വോട്ടേഴ്സ് ID കിട്ടും സർ. ചന്ദ്രൻകുട്ട, യാക്കത്പുര, യാക്കത്പുര, ചാർമിനാർ. ഇതുപോലെ അവരുടെ കയ്യിൽ 1,60,000 വോട്ട്സ് ഉണ്ട് സർ. അവര് പറ്റിച്ച് ജയിക്കുകയാണെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ സർ, ഞാൻ ഉറപ്പിച്ചു തന്നെ പറയും. എനിക്കാരെയും പേടിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം അദ്ദേഹം 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണോ പറയുന്നത്? ഇല്ല സർ, 1,60,000 വോട്ട്സിന് തോറ്റുപോകും. തോൽക്കും സർ, നിങ്ങൾ തന്നെ നോക്കിക്കോ. ഞങ്ങൾ ഉറപ്പായിട്ടും തോൽപ്പിക്കും. മാധവി മാഡം, OWൈസി സാറിനെ പറ്റി മറ്റുള്ളവർ പറയുന്നത് അദ്ദേഹം ഒരു ബാരിസ്റ്ററാണ്. അദ്ദേഹം വിചാരിച്ച വളരെ സമാധാനത്തോടു കൂടി നല്ല സൗകര്യത്തോടെ ജീവിക്കാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുകയാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഹൈദരാബാദിലെ പാവങ്ങളുടെ കണ്ണീര് എന്റെ കണ്ണീര് പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് അവരെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് രജത് സർ. അതുകൊണ്ട് ഞാൻ പ്രിപ്പേർഡായി തെളിവുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. സർ, ഇവര് ഇലക്ഷൻ കമ്മീഷന് ഇതാണ് കാണിച്ചു കൊടുക്കാറുള്ളത്: ജാഗ്വാർ ലാൻഡ് റോവർ, ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ TF09CFTR1174 ടു ദി ചീഫ് ഇലക്ഷൻ ഓഫീസർ. ഇതിൽ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ അസുദൂദിന്റെ പേരെഴുതിയിട്ടുണ്ട് ഇൻ ദ ബ്രാക്കറ്റ്. കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ, മെയിൻ സെക്ഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി കണ്ടോ. ഇത് അണ്ടർ രജിസ്ട്രേഷൻ ഏതിലാണെന്ന് വെച്ചാൽ കിങ്സ് റേഡിയോ എക്സിം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം കൂടി കാണിക്കാൻ, കണ്ടോളൂ. ഈ കിങ്സിന്റെ പുറത്ത്
ഇവരുടെ വീട്ടിൽ IT റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇവരൊക്കെ ഹൈദരാബാദ് റിയൽ എസ്റ്റേറ്റ് ഫേമിന്റെ ആൾക്കാരാണ്. ഇവർക്കെതിരെ ED റെയ്ഡും നടന്നു. പിന്നെ ഇൻകം ടാക്സ് പറയുന്നത് എന്താന്ന് വെച്ചാ, ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സസ്പെക്ട് ദ ലാർജ് എമൗണ്ട് ഓഫ് അൺഅക്കൗണ്ടഡ് മണി പ്രൊവൈഡഡ് ടു എ പൊളിറ്റിക്കൽ പാർട്ടി ത്രൂ ബിസിനസ്മെൻ. ഇതാണ് ആ ഷെൽ ട്രാൻസാക്ഷൻ അണ്ടർ വിജിലായത്. ഇവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഷാ നവാസ് ഓഫ് ഫലക്നുമ ഈസ് എ ബിസിനസ്മാൻ, വാസ് ഫ്ലോട്ടഡ് കിങ് റേഡിയോ എക്സിം. ഇതിന്റെ പേര് RTOയിൽ ആ റോഡ് ട്രാൻസ്പോർട്ട് ലിസ്റ്റിൽ ജാഗ്വാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേ വണ്ടി അസദുദ്ദീൻ തന്റെ വണ്ടിയാണെന്ന് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുന്നു. ഈ ലിങ്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരാണ് ശാസ്ത്രിപുരത്ത് കിങ്സ് കോളനി ലേഔട്ടിൽ, ബ്രോക്കിംഗ് ലേഔട്ടും ഇതാണ് പറയുന്നത്, ഇവരൊക്കെ തെറ്റായ ജോലി ചെയ്താണ് കാശുണ്ടാക്കുന്നത്. മാത്രമല്ല ശാസ്ത്രിപുരത്ത് അസാദ് സാറിന് 7 ഏക്കറിൽ ഒരു വീടുമുണ്ട്. അതുമാത്രമല്ല, ഇതേ അസാദ് സാറാണ് 2017-2018 ഇലക്ഷൻ കമ്മീഷൻ എന്താണ് സബ്മിറ്റ് ചെയ്തെന്ന് വെച്ചാ, സാറേ എന്റെ ശമ്പളം വർഷത്തിന് വെറും 10 ലക്ഷം മാത്രമാണെന്ന് സബ്മിറ്റ് ചെയ്യുന്നു. അതേ അസാദ് സാർ 2018 തന്റെ മകൾക്ക് 6 കോടി രൂപയോളം ചെലവാക്കി എൻഗേജ്മെന്റ് നടത്തിയത്. ഇപ്പം നിങ്ങൾ തന്നെ പറയൂ. അതെ സർ, ഇതൊക്കെ ചോദിക്കാൻ നമ്മൾ ആരാണ് സാർ? ഇത് കണ്ടോ, ഇതൊരു റിപ്പോർട്ടാ. ഈ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഇയാൾ 6 കോടി ചെലവാക്കി എൻഗേജ്മെന്റ് നടത്തുന്നു. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദി ഫാമിലി എക്സ്പെൻസസ് 6 crores ഫോർ ദ ഇവന്റ് ആൻഡ് ഓൺലി 1.25 crores സ്പെൻഡ് ഓൺ ഇമ്പോർട്ടഡ് ദുബായ് ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റ്സ് വിത്ത് 450 ടൈപ്സ് ഓഫ് ഫുഡ്. കഥ ഇവിടെ അവസാനിക്കുന്നില്ല സർ, ഇനിയും ഒരുപാടുണ്ട്. ഇനിയും നോക്കുകയാണെങ്കിൽ ഇലിയാസ് ഷംസീർ, അദ്ദേഹം ഒരു റീഫോമിസ്റ്റാ. അദ്ദേഹത്തെ പോലെ മുസ്ലിമിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവര് ഫ്രണ്ട് ഓഫ് ഇന്ത്യ റിഫോംസ്, ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാ, അസദ് സാർ, often you are mentioned in your speeches. പോകൂ, പഠിക്കൂ, രാജകുമാരന്മാരുടെ കല്യാണം എങ്ങനെ നടക്കുന്നുവെന്ന്. അദ്ദേഹത്തിന്റെ സ്പീച്ചസിലാണ് ഇദ്ദേഹം പറയുന്നത്, അതായത് കട്ടൻ ചായയ്ക്ക് ഒരു ബിസ്ക്കറ്റും കൂടെ കൊടുത്ത് കല്യാണം നടത്തണമെന്ന്. പക്ഷേ നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ അത് കല്യാണം പോലുമല്ല, എൻഗേജ്മെന്റ് ആയിരുന്നില്ലേ നടന്നത്? ആൻഡ് ഓൾ ഓഫ് us know that Quran under Muhammad Prophet has never encouraged engagements. ഇസ്ലാമിൽ എൻഗേജ്മെന്റ് എന്ന ഒരു പ്രോസസ്സേ ഇല്ല. ഇല്ല 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 സർ, ഞാൻ നിങ്ങളെ സംസാരിക്കാൻ അനുവദിക്കില്ല. ഒന്ന് നിക്ക്. നിങ്ങള് തന്നെയല്ലേ കുറച്ചു മുമ്പ് ലേഡി സിംഹമാണെന്ന് പറഞ്ഞത്? അപ്പൊ സിംഹം നിങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുവോ? Therefore it's being felt as if now not possible to draw this community out of poverty because this is a fitna, and fitna is that one rich person spends lavishly and everyone else starts imitate him casually. Those who do not have money, ആരെടുത്തൊക്കെ കാശില്ലയോ, choose sources like begging, theft, corruption and even selling out their assets. പക്ഷേ അദ്ദേഹം ധാരാളം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്, ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട്, അവിടെ പാവങ്ങൾക്ക് ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്കൂളുകളിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്, ജോലിയും അദ്ദേഹം വാങ്ങിച്ചു കൊടുക്കുന്നു. ഇത്രയും പാവപ്പെട്ടവർക്ക് അവര് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ രജിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കിയോ? അവരങ്ങനെ പറയുന്നു, നിങ്ങളും അത് വിശ്വസിക്കുന്നു. എന്നെങ്കിലും അവരുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സർ, എന്നെ കാണാൻ ഒരു പാവപ്പെട്ട പയ്യൻ വന്നു, ഒരു മുസ്ലിം പയ്യൻ. കാരണം ഞാൻ ചാരിറ്റി വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പയ്യന്മാർ വന്ന് എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോ ആ പയ്യൻ എന്റെ അടുത്ത് വന്ന്, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല, അവനൊരു ഹൈദരാബാദിയാ. പേര് പറയണ്ടെന്ന് വിചാരിക്കുന്നു, കാരണം പേര് പറഞ്ഞാൽ അത് അവനൊരു റിസ്ക് ആയി തീരും. അവൻ എന്നെ കാണാൻ വന്നപ്പോ അവന്റെ മുഖത്തെന്തോ ഒരു വിഷമമുള്ള പോലെ എനിക്ക് തോന്നി. എന്തു പറ്റി മോനെ, എന്താ നിന്റെ പ്രശ്നം എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവൻ എന്റെ മെഡിക്കൽ ക്യാമ്പ്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്താണമ്മേ ചെയ്യേണ്ടത്, ഫൈനൽ ഇയർ MBBS തീരാൻ പോവാ, എനിക്ക് മുകളിൽ പഠിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ മോനെ, ഞങ്ങൾക്കും കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട്, കുട്ടികൾക്ക് ഞങ്ങൾ DNB സീറ്റ്സ് നൽകുന്നുണ്ട്. അഥവാ നിനക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നീ വന്ന് കാർഡിയോളജി ജോയിൻ ചെയ്തോ, ആ ഡിപ്പാർട്ട്മെന്റിൽ നിനക്ക് സീറ്റ് തരാന്ന് ഞാൻ പറഞ്ഞു. അതിനാ പയ്യൻ, അത്രയുള്ളോ, അത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ചോദിച്ചു.
ഞാൻ അവനോട് പറഞ്ഞു, പാഷനുമായിട്ട് വരുമ്പോ കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? നീ ഈ നാടിന് എന്തെങ്കിലും നല്ലത് ചെയ്യെന്ന് പറഞ്ഞു. നന്നായി പഠിക്കേ, ഐ വിൽ ഗിവ് യു സീറ്റ്. ദെൻ ഹി ഹാപ്പൻ ടു ടെൽ മീ, നമ്മുടെ ഈ ഹോസ്പിറ്റല് വഴി ജനങ്ങളെ സഹായിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതിനവൻ എന്നോടൊരു കഥ പറയാന്ന് പറഞ്ഞു. എന്താ അത്, പറയെന്ന് ഞാൻ പറഞ്ഞു. അവൻ മെഡിസിന് ചേരാൻ ഉദ്ദേശിച്ചപ്പോ അവൻ അവന്റെ അച്ഛന്റെ കൂടെ ആസാദ് സാറിനെ കാണാൻ പോയി. ആസാദ് സാറിന്റെ അടുത്ത് ചെന്ന്, ചേട്ടാ എനിക്കൊരു മെഡിക്കൽ സീറ്റ് വാങ്ങിത്താ, എൻട്രൻസ് എക്സാം പാസ്സായി, നല്ല റാങ്കോടെ പാസ്സായി, എനിക്ക് ഗവൺമെന്റ് കോളേജിൽ കിട്ടില്ല, നിങ്ങളുടെ ഡെക്കൻ മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് തരൂന്ന് പറഞ്ഞു. അതിനദ്ദേഹം 60-70 ലക്ഷം വേണം. അത്രയൊന്നും എനിക്ക് തരാൻ പറ്റില്ല, ഒരു 30-40 വേണമെങ്കിൽ തരാന്ന് അവനും പറഞ്ഞു. എന്നാ ഇതൊക്കെ നിനക്കെന്തിനാ, MBBS പഠിത്തമൊക്കെ നിനക്കെന്തിനാ, നീ പോയി വല്ല പെട്ടിക്കടയിട്ട് ജീവിക്കാൻ നോക്കെന്ന് പറഞ്ഞു. ദിസ് ഇസ് ദ ട്രൂത്ത് ഓഫ് ഹൈദരാബാദ്. എന്ത് ചെയ്യാനാ സാറേ? ആസാദ് ചേട്ടന് 2 വഴികളുണ്ട്. നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ, 2 ടൈപ്സ്. യഥാർത്ഥ 2 ടൈപ്സ് ആസാദ് സാറാ സാറേ. പുറത്ത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഉറുദു സ്പീച്ച് കേൾക്കുകയാണെങ്കിൽ ആരെങ്കിലും എന്നെങ്കിലും അയാളുടെ ഉറുദു സ്പീച്ച് കേൾക്കാൻ ഇടയായാൽ ഇയാൾ ഏത് കോപ്പിലെ പാർലമെന്റേറിയനാണെന്ന് അപ്പം നിങ്ങൾ പറയും. താങ്കൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയതിന് ശേഷം ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാ, മാധവിയില്ലത വന്നതിന് ശേഷം OVC സാർ ഒളിച്ചിരിക്കുകയാണ്. രജത് സാറേ, ഇതെന്റെ ക്യാമ്പയിനിങ്ങിന് വളരെ നല്ലൊരു സ്ലോഗനായിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞ്? താങ്ക് യു ഫോർ ഗിവിംഗ് മീ എ വണ്ടർഫുൾ സ്ലോഗൻ. വിൽ യൂസ് ഇറ്റ് ഫോർ എ ക്യാമ്പയിൻ. താങ്ക് യു. പക്ഷെ താങ്കൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, ജനങ്ങളെ പരസ്പരം പിരിക്കുന്നു. ഇതിനും എന്തെങ്കിലും തെളിവ് താങ്കളുടെ പക്കലുണ്ടോ? സാർ, ഇതൊക്കെ അവരുടെ RNA DNA തന്നെയുണ്ട് സാറേ. നിങ്ങൾ എന്തിനാണ് ആസാദ് സാറിനെതിരെ ഇതുപോലുള്ള കുറ്റാരോപണങ്ങൾ നടത്തുന്നത്? ഇത് വളരെ വലിയ തെറ്റാണ്. ഞാൻ തന്നെ നിങ്ങളോട് പറയാം. അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ അബ്ദുൾ വഹീദ്, അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ, ഹി വാസ് അറസ്റ്റഡ് ഓൺ May 15, 1958 അണ്ടർ ദ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ഹൈദരാബാദ് പോലീസ് എ ഡേ ഏർലിയർ അണ്ടർ സെക്ഷൻ 3(1) with the subsection 2 of Prevention Detention Act 1950. The police booked Abdul Wahid Owaisi for rousing or attempting to rouse communal passions on attempting to create panic, resentment or a head trick in the minds of Muslims against the state and the non-Muslims has disclosed by the features laid by him in public meeting. ഇതില് ഡേറ്റ് സഹിതമുണ്ട്. 5th, 12th, 23rd and 24th October 1957, 15th November 1957 and January 9th. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല സാർ, ഇതിനിയും തുടരുകയാണ്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വാരിസായ അക്ബറുദ്ദീൻജി, ഇദ്ദേഹം പറയുന്നത്, मजलिए इत्तेहालुल मुस्लिम रईसों और मुसलमानों की जमात है. ഈ ഹിന്ദുസ്ഥാന്റെ നീതിക്കു മുൻപിൽ ശരീരം മുഴുവൻ വെടിയുണ്ടകൾ സ്വീകരിക്കുന്ന റസാക്കാറാണ് ഞങ്ങൾ. പറയാണെങ്കിൽ അക്ബറുദ്ദീൻ തൽക്കാലം 2-3 ബുള്ളറ്റ്സ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ മുത്തശ്ശന്റെ മുത്തശ്ശന്മാരൊക്കെ ഇന്ത്യക്ക് വേണ്ടി ശത്രുക്കളെ എതിർത്ത് നിന്നിട്ടുണ്ട്. ഇന്നും ആ കൂട്ടം ഇവിടെയുണ്ട്, ഇനിയും ഉണ്ടാവും. എന്തു ചെയ്യാനാ? ആൻഡ് ഇമ്മീഡിയറ്റ്ലി അക്ബറുദ്ദീൻ പറയാണ്, റസാക്കാർസൊക്കെ പാകിസ്ഥാനിലേക്ക് ഓടിക്കളഞ്ഞു, വിശ്വസ്തർ മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പൊ കാസിം നസ്തിയുടെ വിശ്വാസികൾ ഇവിടെ ഉണ്ടോ? പറയൂ സർ, ആരുടെ വിശ്വാസികളാണ് ഇവിടെ ഉള്ളത്? ഇവര് പറയുന്ന ഈ വിശ്വാസികൾ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? പറയൂ. അക്ബറുദ്ദീൻ ആരെയാണ് പറയുന്നത്? ഞങ്ങൾ റസാക്കാർസാന്ന് പറയുന്നു. ജനങ്ങൾ ഉണർന്നെഴുന്നേൽക്കണം. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം 15 മിനിറ്റ് നിന്ന് സംസാരിച്ചു, ഇന്ത്യ തന്നെ കുലുങ്ങിപ്പോയെന്ന്. ഇപ്പോ May 13th ഞങ്ങളുടെ ഇലക്ഷൻ വരാനിരിക്കയാണ്. അപ്പോ ലോകം മുഴുവൻ ഞെട്ടിത്തരിക്കും, അക്ബറുദ്ദീന്റെ വീടിളകും. അതും കാണിച്ചു തരാം സാർ ഞങ്ങൾ. എന്തു വേണമെങ്കിലും പറയാം സാർ, പലരും പലതും പറയും. ചെയ്ത് കാണിക്കുന്നവരാണ് യഥാർത്ഥ വീരന്മാർ. താങ്കൾ ജനങ്ങളോട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോയിൽ വോട്ട് ചെയ്യുന്നവർക്കെല്ലാം ബീഫ് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട്. കൊള്ളാലോ, നിങ്ങൾ എന്നെക്കാളും ഹോംവർക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. ബീഫ് ഈറ്റിംഗ്, എക്കണോമിക് ടൈംസ് പൊളിറ്റിക്സ് സെക്ഷനിലിട്ടിരിക്കുന്നു. ബീഫ് ഈറ്റിംഗ് ബാൻഡ് ഇഫ് MIM നോട്ട് വോട്ടഡ് ഇൻ ഹൈദരാബാദ്. അസൗദ്ദീനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മുസ്ലിംസിന്റെ ജീവിതം കേളിക്കൂത്താക്കിയിരിക്കുക. സർ, മാനിഫെസ്റ്റോയിൽ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ ഇന്നുവരെ ഇങ്ങനെ സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? അഥവാ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ ചിക്കൻ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ?
നിങ്ങളെ കാഡ്ബറീസ് കഴിക്കാൻ അനുവദിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂന്ന് പറഞ്ഞോ? 40 വർഷങ്ങളായി ഒരു ബാരിസ്റ്ററിന് ഇതിനു വേണ്ടിയാണ് വോട്ട് ചെയ്തത്. വാട്ട് ഇസ് ദ മാനിഫെസ്റ്റോ? അതിനു പകരം ഞാനെന്താ പറയാന്നറിയോ? ട്രിപ്പിൾ തലാക്കിന് വിലക്ക് വേണമെന്ന്. അതിനുവേണ്ടി ഞാൻ നിർബന്ധിക്കും. സ്ത്രീകൾക്ക് അവരാവശ്യപ്പെടുന്ന ഈക്വൽ റൈറ്റ്സ് വാങ്ങിച്ചു കൊടുക്കണം. ഞങ്ങൾ മദർസയെ ആർട്ടിക്കിൾ 13 അനുസരിച്ച് ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിക്കും. ഇവിടുത്തെ തെരുവുകൾ ഞങ്ങൾ വൃത്തിയാക്കും. IT ഹബ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ചുണ്ടാവുന്ന പോലെ ചെയ്യും. ജനങ്ങൾക്കിടയിൽ പക്ഷഭേദം കാണിക്കില്ല. ഞങ്ങൾ ST SCയോടൊപ്പം ചേർന്ന് തന്നെ ഉണ്ടാവും. ഇതല്ലേ സർ മാനിഫെസ്റ്റോയിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇതൊക്കെ എന്താ? പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ താങ്കൾ അദ്ദേഹത്തെ വിടുന്നു. അല്ലല്ല, ഇത് കണ്ടോ, ദാറുൽ ഇഫ്ത ജാമിയ ഇസാമിയ. ദിസ് ഇസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹാസ് ദി റൈറ്റ്സ് ടു കം അപ്പ് വിത്ത് ഫത്വ. ഫത്വാസ് ഞങ്ങൾ പുറത്തുവിടാറില്ല, ഇവരാണ് പുറത്തുവിടുന്നത്. ഈ ഫത്വ അനുസരിച്ച് ഇവര് പറയുന്നത് എന്തെന്നാൽ, ഒരുപക്ഷെ നിങ്ങൾ ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട് അഥവാ ഏത് അനിമലിനെയാണ് ആരും കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ മാടിനെ തിന്നാൻ പാടില്ലെന്ന് റൂളുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ ആ മൃഗത്തെ വിട്ടിട്ട് മറ്റുള്ളതെല്ലാം കഴിക്കാം. ഇനി മാടിനെ കഴിക്കാൻ പാടില്ല. ആൻഡ് ഹീസ് എ ബെസ്റ്റ് പാർലമെന്റേറിയൻ. ഈസ് ഹി? ഹൂ ഈവൻ ഡസൻ ഫോളോ ഫത്വ? ആൻഡ് ഹൂ ടെൽസ് പ്രൊവോക്ക് മുസ്ലിംസ് നോട്ട് ഫോർ ദർ ഡെവലപ്മെന്റ്സ്. നല്ല വിദ്യാഭ്യാസം അവരുടെ ഡെവലപ്മെന്റ് അല്ല, നല്ല വീടുകൾ അവരുടെ ഡെവലപ്മെന്റ് അല്ല. സ്ത്രീകളെ ഏത് പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കണം എന്നതിൽ അവർക്ക് ഡെവലപ്മെന്റ് ഇല്ല. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നതിലുമില്ല. ഒന്നിലും അവർക്ക് ഡെവലപ്മെന്റ് ഇല്ല സർ. ബീഫ് കഴിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ. ഫത്വയ്ക്ക് എഗെയിൻസ്റ്റ് ആണവർ. സാർ ഇവര് വെള്ളത്തൊപ്പിയും ഇട്ടോണ്ട് മീശയും വളർത്തി ചെറിയ പാന്റ് ധരിക്കുന്നതുകൊണ്ട് മാത്രം ആരും മുസ്ലിം ആവില്ല സർ. നമ്മുടെ മോഡി സർ യഥാർത്ഥ മുസ്ലിമിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ 99 പേരും പറഞ്ഞിട്ടുണ്ട്. ഉർ-റഹ്മാൻ റഹീം. അതിന്റെ അർത്ഥം മനസ്സിൽ സ്നേഹവും കാരുണ്യബുദ്ധിയും നൽകൂ അല്ലാ. ഇങ്ങനെയുള്ളൊരു പുണ്യമതമാണ് ഇസ്ലാം. അതിന് സ്നേഹം മാത്രമേ അറിയൂ. അങ്ങനെ പറഞ്ഞ ഒരൊറ്റയാളാണ് മോഡി സർ. അദ്ദേഹം ട്രിപ്പിൾ തലാക്കിനെ നിരോധിച്ച് മതം നോക്കാതെ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരിന് വില നൽകിയയാളാണ്. ഒവൈസി സാർ, താങ്കൾക്കെതിരായിട്ട് മത്സരിക്കാൻ വേണ്ടി വെറും തൊപ്പിയും പൈജാമയും മാത്രം ധരിച്ചല്ല വന്നിരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയൊക്കെ തയ്യാറായിരിക്കുന്നു എന്നുള്ള ഒരു എക്സാമ്പിൾ ഞാനിപ്പോ കാണിക്കാം. എങ്ങനെയൊക്കെ തയ്യാറാവുന്നെന്ന് കണ്ടാൽ താങ്കൾ പോലും പേടിച്ചു പോകും. കൊള്ളാലോ. കണ്ടില്ലേ, ഇത് താങ്കൾ തീർച്ചയായിട്ടും കാണണം. സർ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പേടിച്ചു പറിച്ചു. ഞെട്ടിപ്പോയി ഞാൻ. ആക്ച്വലി എന്റെ ക്ലിപ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെന്നാ തോന്നുന്നേ. എനിക്കും തിരിശൂലം കിട്ടി സർ. ഉടുക്കയോടൊപ്പമാണ് എനിക്കൊരു തിരിശൂലം കിട്ടിയത്. ആ രൂപത്തിലാണ് ഞാൻ വരാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന്, ഒരു സംശയവുമില്ല. നിങ്ങൾ കാണാൻ പോവല്ലേ? അദ്ദേഹം മോദിജിയെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യവും ഇപ്പൊ ഞാൻ പറയാം. പറഞ്ഞോളൂ. താങ്കൾ മോദിജി വളരെ ശക്തിയുള്ളവനാണെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്കാണ് പോകുന്നത് മിസ്റ്റർ മോദി. ഒരുപക്ഷെ താങ്കൾക്ക് ധൈര്യം വല്ലതും ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് യുദ്ധം ചെയ്യും. അല്ലാതെ ഇതുപോലെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ലെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വന്ന് ആക്രമിക്കാൻ പറയുന്നു. അതെയോ? ശരി ആയിക്കോട്ടെ. നിങ്ങൾ വളരെ നല്ല ചോദ്യാ ചോദിച്ചത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വിശന്ന് വലഞ്ഞവന്റെ ഭക്ഷണം പോലെയാണ്. ഇദ്ദേഹം വീണ്ടും വീണ്ടും ഒന്നാണ് ചോദിക്കുന്നത്. ഇവര് യാൻവാപ്പി മസൂദി തകർത്ത് കളഞ്ഞു. അതായത് അത് ഇടിക്കാൻ പോകുന്നു, കാശി നിർമ്മിക്കാൻ പോകുന്നു. അയോധ്യയിലുള്ള ബാബർ മസൂദി നിങ്ങളാണ് ഇടിച്ചത്. ഇതൊക്കെ നോക്കൂ. ഈ മസൂദികളൊക്കെ നിർമ്മിച്ചവർ മുഗൾസാണ്. അവരാരും ഇന്ത്യക്കാരല്ല. ഇവരൊക്കെ ഫോറിനേഴ്സാണ്. ഇത് ശരിയല്ലേ? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ, ഇവിടെയുള്ള ഒരാൾ മസൂദി നിർമ്മിച്ചാൽ ഒരുപക്ഷേ ആ മസൂദിയെ ചിലപ്പോൾ ആ മുസ്ലിം തന്നെ തകർത്താൽ
വഖ് ബോർഡിലെ ലാൻഡ് കൈപ്പറ്റി കാശ് സമ്പാദിക്കുന്നവരുണ്ടല്ലോ, അവരെയൊക്കെ എന്തു പറയും? ദേ നോക്കൂ, ഐ ഗിവ് യു എ പ്രൂഫ്. മോസ്ക് സാക്രിഫൈസ്ഡ് ഫോർ മണി. Nefarious deals between corrupt politicians, officials and accused. So-called gentlemen too enter into secret deals and the cost of Qutub Shahi Mosque. And ഇതിലൂടെ വ്യക്തമാവുന്നതെന്താന്ന് വെച്ചാൽ MBT ലീഡേഴ്സ് സ്റ്റേജ് agitations. MBTക്കാരൊക്കെ പോരാട്ടം നടത്തുന്നു. ഹൈദരാബാദിലുള്ള മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണത്. അതൊരു മുസ്ലിം പാർട്ടി which was fought with this people, with AIM. Demanding severe punishment for the people responsible for the demolition of the mosque. ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഹൈദരാബാദിലുണ്ട്. ഇവരൊക്കെ മോസ്ക് തകർത്തിട്ട് പ്രൈവറ്റ് പാർട്ടികളോടൊപ്പം ചേർന്ന് ഇവരൊക്കെ they have made a very big apartments പണിതിരിക്കുകയാണ്. ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് this happened because ഇതെന്തിനു വേണ്ടി സംഭവിച്ചു എന്ന് വെച്ചാൽ the All India Majlis Ittihadil Muslimeens AIMIM did not haven't any interest. ഇവരെതിർപ്പൊന്നും കാണിച്ചില്ല. MIMന് വളരെ ക്ലോസ് ആയ ആൾക്കാരാണ് ഇത് ഇടിച്ച് തകർത്തത്. ഇവരുടെ ആൾക്കാർ തന്നെ ഇടിച്ച് തകർത്തിട്ട് അതിലൂടെ കാശും സമ്പാദിച്ചു. ഇപ്പൊ പറയൂ, അയോധ്യയിലെ ഏത് മസ്ജിദിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതേ സ്ഥാനത്ത് നമ്മുടെ പ്രധാനമന്ത്രി മോദി സർ അവിടെയും വലിയൊരു മസൂദി നിർമ്മിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I'll give you one more example, sir. ഹൈദരാബാദിൽ ഷംഷാബാദ് എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് ഒരു എയർപോർട്ട്, ഒരു മസൂദി ഇടിച്ചു തകർത്ത അതേ സ്ഥലത്താണ് കോൺഗ്രസിന്റെ ഭരണം നിലവിലുണ്ടായിരുന്നപ്പോൾ MIMോടൊപ്പം ചേർന്ന് അവരുടെ 1000 ഏക്കർ വാങ്ങിച്ച് എയർപോർട്ട് നിർമ്മിച്ചു. ആദ്യമൊക്കെ അസദുദ്ദീൻ സാറും അക്ബറുദ്ദീൻ സാറും എതിർപ്പ് പ്രകടിപ്പിച്ചു. പിന്നീടങ്ങും മിണ്ടാതെയായി. പക്ഷെ ഇവരൊക്കെ ഇന്നുവരെയും ബാബർ മസൂദിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് നിർമ്മിച്ച ആ മുഗൾസ് ഈ നാട്ടുകാരെ അല്ല. മധുവി മാഡം, താങ്കൾ BJPയിലേക്ക് ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ്. ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് താങ്കൾക്കറിയില്ല. OWC സാർ BJPയുടെ B ടീമാണെന്നാണ് പറയുന്നത്. പക്ഷെ താങ്കൾ അവർക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ. രജത് ശർമ്മ സാറേ, നിങ്ങളുടെ 30 വർഷത്തെ ആപ്കി അദാലത്തിന്റെ എക്സ്പീരിയൻസിന് ഞാൻ നിങ്ങളെ നമിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ചോദ്യത്തിന്റെയും ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാവൂ. ഇദ്ദേഹം BJPയുടെ B ടീം, അതായത് അസാദിന്റെ B ടീമാണെന്ന് തന്നെ വെക്കാം. അങ്ങനെയുള്ളപ്പോ എനിക്കെങ്ങനെ സീറ്റ് തന്നു? ഞാൻ ഓരോന്നും വെളിപ്പെടുത്തിയിട്ട് പോൾ ഓപ്പൺ ചെയ്യാണല്ലോ സർ. ഞാൻ എങ്ങനെ B ടീം ആവാനാണ്? അതിനൊട്ടും സാധ്യതയില്ല. Now I'll put you one more statement. ഈ AMIM ഓർ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൽ ഓരോരുത്തരും തമ്മിൽ തല്ലുന്നുണ്ടല്ലോ, യുദ്ധമാണ് നടക്കുന്നത്. ഇന്ന് നിങ്ങൾ ഇന്റർനെറ്റ് തുറന്ന് എല്ലാവരും തേടി നോക്ക്. ഹൈദരാബാദ് ലോക്സഭാ പാർലമെന്റിൽ എനിക്കെതിരെ കാൻഡിഡേറ്റിനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. സ്റ്റേറ്റ് ലെവലിലൊക്കെ ഉണ്ട്. രണ്ടുപേരും സഹോദരങ്ങളാന്നൊക്കെ പറയുന്നു. AMന്റെ അസദ് സാറും പിന്നെ കോൺഗ്രസിന്റെ രേവന്ത് റെഡ്ഡി സാറും. അല്ലല്ല, രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് വെച്ചാൽ മോദിക്ക് 2 സുഹൃത്തുക്കളാണുള്ളത്. ഒന്ന് OWC, ഒന്ന് KCRഉം. അതന്നെ പറയുന്നേ. രണ്ടുപേരും മോദിജിയുടെ സുഹൃത്തുക്കളാ. പക്ഷെ ഈ 2 കൂട്ടുകാരിൽ KCRനെ അമ്മാവനും മരുമോനും ആണെന്നാണ് പറഞ്ഞു നടക്കുന്നേ. മനസ്സിലായോ നിങ്ങൾക്ക്? KCR അമ്മാവൻ, മരുമകൻ അക്ബറുദ്ദീൻ സർ, OIC സർ. ഇവര് രണ്ടുപേരും അമ്മാവനും മരുമോനും ആയ ഇങ്ങനെ പാർട്ട്ണർഷിപ്പിലുള്ളപ്പോൾ കൂടുതൽ പറയുകയാണെങ്കിൽ ഇവരെല്ലാരും ഇവരുടെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപക്ഷെ AIMIM കാൻഡിഡേറ്റ്സ് നിൽക്കുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ BRSന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ പാംപ്ലെറ്റ്സിൽ പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നു. റിലീജിയസ്ലി ഈ പാംപ്ലെറ്റ്സ് ഒക്കെ ഓരോ മസൂദിയിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ പറയേ, ഇതാണോ B ടീം? BJP B ടീമാണോ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ OWC സാർ അദ്ദേഹത്തിന്റെ കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടുണ്ട്. ബീഹാറിൽ അദ്ദേഹം കാൻഡിഡേറ്റിനെ നിർത്തിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ നിർത്തിയിരിക്കുന്നു. മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ട്. മുസ്ലിങ്ങളുടെ വോട്ടുകൾ പിരിയുന്നു. അതിന്റെ പ്രയോജനം മോദിക്കാണ്. സമാജ്വാദി പാർട്ടിക്ക് നഷ്ടമുണ്ടാകുന്നു, RJDക്ക് നഷ്ടമുണ്ടാകുന്നു. തന്റെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മസൂദി തകർത്ത് പണം സമ്പാദിക്കാൻ നോക്കുന്നു. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മുസ്ലിംസിനെയും അദ്ദേഹം വഴിതെറ്റിക്കുകയാണ്.
ഇതാണോ നിങ്ങൾ വലിയൊരു കാര്യമായിട്ട് പറയുന്നേ? 40 വർഷങ്ങളായി അവരിതിൽ PhD ചെയ്തിരിക്കുക. എല്ലാവരെയും വഴിതെറ്റിക്കുന്നത് അവരൊരു ജോലിയായിട്ട് എടുത്തിരിക്കുകയാണ് സർ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? ഞാൻ നേരിട്ട് നിങ്ങളോട് ചോദിക്കുക. എനിക്കതിന് അവകാശമുണ്ട്. ഈ ലോകം മുഴുവൻ, അതായത് നമ്മുടെ ഇന്ത്യയിൽ AIMI അല്ലാതെ വേറൊരു മുസ്ലിം പാർട്ടിയും ജീവനോടെ ഇല്ല. എന്തുകൊണ്ടാ? പറയൂ സർ. കേരളത്തിൽ നോക്കിയ ഒരു മുസ്ലിം ലീഗ് ഉണ്ട്. ആ, ഉണ്ടായിക്കോട്ടെ. അവരെയും കേരളത്തിലേക്ക് വിട്. അവിടെ ഉള്ളവരെയും കൂടി നശിപ്പിക്കും. അവരുടെ പാർട്ടി കൊളാക്കി കൊടുക്കും. അല്ല, ഇത്രയും വർഷങ്ങളായിട്ട് ഹൈദരാബാദിൽ നോക്കുകയാണെങ്കിൽ തെലങ്കാനയിൽ ആര് ഭരണത്തിൽ വന്നാലും അത് BRSന്റെ സർക്കാരായാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഒരു സമയത്ത് TDPയുടെ സർക്കാരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ OVC സാറിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം നടക്കൂ, താങ്കളുടെ ബ്ലെസ്സിങ്സ് വേണമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ ചാർമിനാറിനടുത്തുള്ള ഭാഗ്യലക്ഷ്മി അമ്പലത്തിലേക്ക് പോവില്ലേ? ഞാനും അമിത് ചേട്ടനും ഭാഗ്യലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങാനായിട്ട് പോവാറുണ്ട്. അതുപോലെ ഇവരൊക്കെ അസദ് സാറിന്റെ അടുത്ത് അനുഗ്രഹം വാങ്ങാൻ പോയിട്ടുണ്ടാവും. സാറേ, ഞങ്ങളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കണം. ഇതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യക്കാരെല്ലാവരും ഒരുമയോടെ ഉണ്ടെന്നാണോ? എന്തിനു കൂടുതൽ പറയണം? നിങ്ങൾക്ക് ഒരു എക്സാമ്പിളും കൂടി തരാം. ഞങ്ങളൊന്നും ഹോംവർക്ക് ചെയ്യാതെ പ്രൂഫ് ഒന്നുമില്ലാതെ വീട് വിട്ട് പുറത്തേക്ക് വരാറില്ല സർ. 2023 അസംബ്ലി ഇലക്ഷൻ നടന്നിരുന്നു. നാംപല്ലി ഒരു മുസ്ലിം ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ നാട്ടുകാരനാണ് ഫെറോസ് ഖാൻ സർ. അദ്ദേഹം കോൺഗ്രസിലെ ഒരു വിശ്വസ്തനാണ്. തൊണ്ട കീറ സംസാരിച്ച അദ്ദേഹം 6 ലക്ഷം ബോഗസ് വോട്ട്സാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അത് പുറത്തു കൊണ്ടുവന്ന് അതെല്ലാവർക്കും സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. GHMന് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം രേവന്ത് റെഡ്ഡി ഭരണത്തിലെത്തിയ ശേഷം കോൺഗ്രസ് പാർട്ടിയിലെ അദ്ദേഹം ഈ 2023 വിജയിച്ചത്. അവരവിടെ ചീഫ് മിനിസ്റ്ററുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. ആരാണ് കൊടുത്തത്? ഒരു മുസ്ലിം. അതും ഏത് പാർട്ടിയിലെ ആളാ? കോൺഗ്രസ് പാർട്ടിയിലെ ആള്. അദ്ദേഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു സർ. ഇപ്പൊ ഇവര് ഏത് മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നടക്കുന്നത്? ഇവരൊന്നും ആരെയും സഹായിക്കുന്നില്ല സർ. താങ്കളുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എന്റെ വായ ആർക്കും മൂടിക്കെട്ടാൻ പറ്റില്ല സർ. ഓഡിയൻസിന് ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹൈദരാബാദിലിരിക്കുന്ന മുസ്ലിംസ് ഈ വരുന്ന ഇലക്ഷനിൽ അസൂസുദ്ദീൻ OIC വിട്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വോട്ടിടുന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ ഈ വോട്ടല്ലാതെ മറ്റൊരു കാര്യവുമില്ലേ? ആരാണോ ഓരോ ഞൊടിയും പേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. മുഹമ്മദ് പെഹൽവാൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം അസർജിയോടൊപ്പമായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തെ എന്തുകൊണ്ടാ പെഹൽവാൻ എന്ന് വിളിക്കുന്നതെന്നറിയോ? ദങ്കൽ ഗുസ്തി എന്ന് പറയാറില്ലേ? ആ പഴങ്കാല സ്റ്റൈലിലെ പെഹൽവാനാണിദ്ദേഹം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും സോഷ്യൽ വർക്കേഴ്സാണ്. അവര് രണ്ടുപേരും AMIക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നു. അവിടെ വഖഫ് ബോർഡിലുണ്ടായിരുന്ന ലാൻഡ്സിൽ അവിടെ മുസ്ലിംസിന്റെ ഒരു ശ്മശാനമുണ്ടായിരുന്നു. AMക്കാരൊക്കെ അത് പൊളിച്ചു മാറ്റിയിട്ട് വീടുകൾ നിർമ്മിക്കാൻ ഒരു പ്ലാനിട്ടു. അതുകൊണ്ട് ഇവര് രണ്ടുപേരും പോയി, സാറേ ഇതെങ്കിലും ഒന്ന് വിട്ടുവെക്കണമെന്ന് അപേക്ഷിച്ചു. ഇത് വഖഫ് ബോർഡിന്റേതാണ്, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് നമ്മുടെ ഖുറാനിലുണ്ടെന്ന് അവര് പറഞ്ഞു. പെഹൽവാൻ എന്ന ആ മനുഷ്യൻ ഇതുപോയി ചോദിച്ചിരിക്കുന്നു. അപ്പോ അവര് തമ്മിൽ പ്രശ്നങ്ങളും ഉണ്ടായി. അക്ബറുദ്ദീൻ ജിയും OIC ജിയും തമ്മിൽ എങ്ങനെ പ്രശ്നമുണ്ടാക്കണമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അവരുടെ അമ്മയും പെങ്ങളെയൊക്കെ ചീത്ത വിളിച്ച പെഹൽവാൻ സാറിനെ കൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകന് ഭയങ്കര ദേഷ്യമുണ്ടായി. അവരൊക്കെ വലിയ വീരന്മാരല്ലേ, മാത്രമല്ല മകനൊരു യുവാവുമാണല്ലോ. അവനത് സഹിക്കാൻ പറ്റിയില്ല, അക്ബറുദ്ദീനെ പിടിച്ച് തല്ലി. പിന്നെന്താണുണ്ടായേ? ഇത്രയും വർഷങ്ങളോളം അവൻ ജയിലിൽ കഴിയേണ്ടതായി വന്നു. ചെറിയ ചെറിയ മദർശകൾ നടത്തുന്നവർ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം എന്താവുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരുപക്ഷെ ഞങ്ങള് വോട്ടിട്ടാൽ മാത്രമേ ഇതൊക്കെ ചെയ്യൂ എന്ന് ഞാൻ പറയാണെന്ന് വെച്ചോ. പിന്നെ ഞങ്ങളും അസർജിയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? നമ്മുടെ മോദിജി പ്രൈം മിനിസ്റ്റർ ഉജ്വല എന്ന പദ്ധതി കൊണ്ടുവന്നപ്പോൾ സ്ത്രീകൾക്ക് സിലിണ്ടർ നൽകുന്ന സ്കീമായിരുന്നു അത്. ആ സിലിണ്ടറിന്റെ പുറത്ത് ഇത് മുസ്ലിംസിന്റെ സിലിണ്ടറാണ്, ഇത് സിഖുകളുടെ സിലിണ്ടറാണ്, ഇത് ഹിന്ദുസിന്റേതെന്ന് എഴുതിയിരുന്നോ? അദ്ദേഹം സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സിലിണ്ടറുകൾ കൊടുത്തത്. അതിൽ പോലും മാക്സിമം പെർസെന്റേജ് ഓഫ് സിലിണ്ടർ മുസ്ലിം സ്ത്രീകൾക്കാണ് കിട്ടിയത്. ഐ ഹാവ് എ ഡേറ്റ ആൾസോ വിച്ച് ഐ ലെറ്റ് യു നോ. അദ്ദേഹം അത് കൊടുത്തത് പാവങ്ങളുടെ വേദന അറിയാവുന്നതുകൊണ്ടാ. തന്റെ അമ്മ അനുഭവിച്ച കഷ്ടപ്പാട് മറ്റാരും അനുഭവിക്കരുതെന്ന് അദ്ദേഹം കരുതി. ആരും കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല. സർ, ഞങ്ങൾ ഇങ്ങനൊരു മനസ്സോടെയാണ് ജോലി ചെയ്യുന്നത്. എല്ലാ പാവപ്പെട്ട സ്ത്രീകളും, വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകളും, ജോലിയില്ലാത്ത സ്ത്രീകൾ, പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളും ദയവേത് ഇത് മനസ്സിലാക്കണം. നിങ്ങൾ വോട്ട് ചെയ്ത് നേതാവാക്കി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നവര് തന്നെ നിങ്ങളുടെ തലേ കേറിയിരുന്ന് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്.
തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. മാധവി മാഡം, താങ്കൾ ഇപ്പോൾ ഇലക്ഷൻ ഗോതയിലാണ് ഉള്ളത്. വോട്ട് ചോദിച്ചാലല്ലേ പറ്റുള്ളൂ. മുസ്ലിങ്ങളുടെ വോട്ട് താങ്കൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ താങ്കൾ എങ്ങനെ ജയിക്കും? സർ, ഇവര് ബീഫിന്റെ പേര് വെച്ചാണ് വോട്ട് ചോദിക്കുന്നത്. അയോധ്യയിലെ രാമന്റെ ക്ഷേത്രം വെച്ച് വോട്ട് ചോദിക്കുന്നു. ബാബ്രി മസ്ജിദിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കി വോട്ട് ചോദിക്കുന്നു. ഇതിന്റെയൊക്കെ പേര് വോട്ടെന്നാണോ സർ? നിങ്ങൾ മറ്റൊരു പാകിസ്ഥാനെയാണോ ഉണ്ടാക്കാൻ പോകുന്നത്? നിങ്ങൾ ജിന്നയല്ല, ജിന്നയുടെ അപ്പനാണെന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിങ്ങൾ താങ്കൾക്ക് വോട്ട് ചെയ്യുമോ ഇല്ലയോ, അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? സർ, മുസ്ലിംസ് ഞങ്ങൾക്ക് തീർച്ചയായും വോട്ട് ചെയ്യും. എന്നാൽ ഞങ്ങൾ അതിനുവേണ്ടിയല്ല ജോലി ചെയ്യുന്നത്. നിങ്ങളിത് മനസ്സിലാക്കിയേ പറ്റൂ. താങ്കളുടെ പാർട്ടിയുടെ ഒരു MLA ആണ് ടി രാജാ സിംഗ്. അതെ അദ്ദേഹം ഗോഷ്മലിലെ MLA ആണ്. അതെ. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹൈദരാബാദിൽ ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് ആവശ്യമില്ലെന്ന്. മുസ്ലിംസിന്റെ അടുത്ത് വോട്ട് ചോദിക്കാൻ ഞങ്ങൾ ചെലവാക്കുന്ന എനർജി ഹിന്ദുക്കളുടെ അടുത്ത് കാണിച്ചാൽ ഞങ്ങൾക്ക് ആ വോട്ട് കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സെന്റൻസ് എടുക്കാം. ഞങ്ങൾക്ക് ഹൈദരാബാദിൽ മുസ്ലിംസിന്റെ വോട്ട് ആവശ്യമേയില്ല. അതിനർത്ഥം അവര് വോട്ട് ചെയ്യണ്ട എന്നല്ല. അത് ശരിയായ രീതിയിൽ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അദ്ദേഹം പറയുന്ന എന്താന്ന് വെച്ചാ, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏകദേശം 10 ലക്ഷം മുസ്ലിമുകളുണ്ട്. ഹസാദുദ്ദീൻ സർ 5,15,000 വോട്ടുമായി ജയിക്കുന്നെങ്കിൽ നമുക്ക് ജയിക്കാനായി 10 ലക്ഷം ഹിന്ദുക്കളുടെ വോട്ട് മാത്രം പോരെ? അദ്ദേഹം ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളത് വേറെ രീതിയിലെടുത്തു. അദ്ദേഹം ഇലക്ഷനിൽ നിൽക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ടിക്കറ്റ് താങ്കൾക്ക് കിട്ടിയതുകൊണ്ട് അദ്ദേഹം ടെൻഷനായെന്ന് കേട്ടു. സാർ, ഇത് രാജാ സിംഗിന്റെ മാത്രം കാര്യമല്ല. ഈ ദേശത്തിന്റെ മുഴുവൻ വോട്ടും ഒരു സ്ത്രീക്ക് കിട്ടുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറേശ്ശേ ഉണ്ടാവാതിരിക്കില്ലല്ലോ. സർ, ഇത് ഒരു വിമൻ എംപവർമെന്റ് ഇഷ്യൂ ആണ് സർ. എല്ലാ സ്ഥലത്തും ഇതൊക്കെ ഉണ്ടാവല്ലോ, വീട്ടിലും ഉണ്ടാവില്ലേ? ഇപ്പൊ നോക്കിക്കേ, പെൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കണം. അത് കാണുമ്പോ ആൺകുട്ടികള് പിണങ്ങി മാറിയിരിക്കാറില്ലേ? അതുപോലെ തന്നെ ഒരു വീട്ടിലെ പ്രശ്നം ഇത്. രാജയ്ക്ക് ചെറിയൊരു പിണക്കമുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് രാജയുടെ ഭാര്യയെ ഞാൻ കണ്ടതാ. എന്തൊരു വിമൻ പവറാന്നറിയോ അവിടെ. അമ്മേ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു, വന്ന് ധൂൾപ്പെട്ട് മുഴുവനും നിങ്ങളോടൊപ്പം കൂടി ക്യാമ്പയിനിങ്ങിനെ സഹായിക്കാന്ന് പറഞ്ഞു. സ്ത്രീകളുടെ ബലം മുഴുവൻ ഒരുമിച്ച് ചേരുന്നു. അതുതന്നെയാണ് നമ്മുടെ മോദിജിയും ആവശ്യപ്പെട്ടത്. 33.3 റിസർവേഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കാരണം സ്ത്രീകളുടെ ശക്തി മുഴുവൻ ഒരുമിച്ച് ചേർക്കണം, സ്ത്രീകൾ പുറത്തിറങ്ങണമെന്നും പറഞ്ഞു. ഹൈദരാബാദിലെ ജനങ്ങൾക്ക് എന്ത് മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നേ? അത് നിങ്ങളൊരു പാട്ടായി പാടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. లేచింది నిద్ర లేచింది మహిళా లోకం దద్దరిల్లింది പുരുഷ പ്രപഞ്ചം. ഇതിന്റെ അർത്ഥം സ്ത്രീകൾ ഉണർന്നു കഴിഞ്ഞു, പുരുഷന്മാർ വിറയ്ക്കാനും തുടങ്ങിയെന്നാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മാധവി ലതയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ഇങ്ങനെ ഒരാള് സ്വന്തം ദേശത്തെ അമ്മയെന്ന് വിളിക്കാറില്ല. അവൻ സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും സുരക്ഷ എങ്ങനെ ഉറപ്പാക്കും സർ? ഒന്ന് പോ സാർ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ ഇന്ന് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധവി ലതയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഹൈദരാബാദിൽ നിന്ന് വന്ന BJPയുടെ സ്റ്റാർ ലീഡർ മാധവി ലതയുടെ മേലുള്ള കുറ്റാരോപണം മുസ്ലിംസ് കുടുംബത്തിനുള്ളിൽ ഇവർ നുഴയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാണെങ്കിൽ BJPക്കാരെന്താ പറയുന്നതെന്ന് വെച്ചാ, മുത്തലാഖിന് എതിരായി താങ്കൾ പോരാട്ടങ്ങൾ നടത്തുന്ന സമയത്താണ് താങ്കളെ ശ്രദ്ധിച്ചതായിട്ടാണ് അവർ പറയുന്നത്. കുറെ മുസ്ലിം സ്ത്രീകളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തതായിട്ടും അവർ പറയുന്നു. ഇപ്പോൾ OVC സാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ മതത്തിലെ പ്രശ്നമാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാണ്, ഇവരെന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നതെന്ന്. ഓഹോ, അവര് സ്വന്തം വീട്ടിലെ പെൺകുഞ്ഞുങ്ങളെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മതത്തിന്റെ പേരുപയോഗിച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഖുറാനിൽ നിങ്ങൾ 3 തവണ തലാഖ് എന്ന് ഒരേ സമയം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ പറയുന്നത്, നിങ്ങൾ ആദ്യത്തെ തലാഖ് എങ്ങനെയാണോ കല്യാണം കഴിക്കുന്നത് അതുപോലെ തന്നെ പെണ്ണിന്റെയും ചെറുക്കന്റെയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ ആദ്യത്തെ തവണ തലാഖ് എന്ന് പറയണം. അതിനുശേഷം 3-6 മാസം 2 പേർക്കും സമയം കൊടുക്കണം. അതുവരെ 2 പേരും ഒരുമിച്ച് ഒരേ വീട്ടിൽ തന്നെ താമസിക്കണം. കാരണം ഏതൊരു മതത്തിലും ഒരു കല്യാണം തകരണമെന്ന് പറയുന്നില്ല. എന്നിട്ടും അവര് തമ്മിൽ യോജിക്കുന്നില്ലെങ്കിൽ അതിനുശേഷം 2ാം തവണ പറയണം, അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അതിനുശേഷം 3ാം തവണയും പറയണം, അതും എല്ലാ ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ച്. ഖുറാനിൽ ഇങ്ങനെയൊരു റൂൾ ഉള്ളപ്പോൾ
അതായത് 9 മുതൽ 12 മാസം വരെ 3 പ്രാവശ്യം തലാഖെന്ന് പറയരുത്. അതിനുശേഷവും കല്യാണം മുഖേന അവർക്ക് കൊടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം അവരാ പെൺകുട്ടിക്ക് തിരികെ നൽകേണ്ടതാണ്. അതിനുശേഷം കുഞ്ഞിനു വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ആരുടെ അടുത്തുനിന്നാണോ തലാഖ് നേടിയത് അവരുടെ അടുത്തുനിന്ന് കോമ്പൻസേഷനും വാങ്ങിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ചിലരൊക്കെ ഒരു ബ്രോക്കറെ പോലെ ട്രിപ്പിൾ തലാഖ് നിർബന്ധമായും കൊണ്ടുവന്ന് സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി മുസ്ലിം സ്ത്രീകളെ വിൽക്കുകയാണ്. ഇവരുടെ ലാഭത്തിനു വേണ്ടി മുസ്ലിം സ്ത്രീകളെ പണയം വെക്കുന്നു. അവരുടെ നന്മയ്ക്കു വേണ്ടി ഇവര് മുസ്ലിം സ്ത്രീകളുടെ വളർച്ച തടയുന്നു. അവരുടെ നന്മയ്ക്കു വേണ്ടി ഇവരൊക്കെ മുസ്ലിം സ്ത്രീകളുടെ ശരീരം വെച്ച് കളിക്കുകയാണ്. നിങ്ങൾ തന്നെ പറയൂ സർ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് എവിടുന്നാണ് ധൈര്യമുണ്ടാവുന്നത്? ഇത് ഡെമോക്രസിയാണ് സർ. ഇല്ല മാഡം, ഇവിടെ നോക്കിയാൽ ഖുറാൻ അവരുടേതല്ലേ, ശരീഅത്ത് അവരുടേത്, നിയമങ്ങൾ അവരുടേത്, പെൺകുട്ടികൾ അവരുടേത്, കല്യാണവും അവർ ചെയ്തോളും. നടുക്ക് സംസാരിക്കാൻ താങ്കൾ ആരാണെന്ന് ചോദിക്കുന്നു. I am the citizen of this country who keeps the right to interfere into the pain of any woman or any citizen of this country. ഇപ്പോൾ അവരുടെ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ BJPക്ക് വേണ്ടി. സർ, അവര് ആർട്ടിക്കിൾ 19 വന്നതിന് ശേഷം പാർലമെന്റിൽ ആരെങ്കിലും കണ്ടാൽ അദ്ദേഹം എങ്ങനെ അലറി വിളിച്ചാണ് ആ ആർട്ടിക്കിൾ വായിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇഫ് യു ഗോ ത്രൂ ഇറ്റ്, ഹി സേസ് പാർലമെന്റ് ഡീറ്റെയിൽസ്. മോദി സർ ഒരു അമെൻമെന്റ് പാസ് ചെയ്തു. ദ ഗേൾ ഷുഡ് മാരീഡ് അറ്റ് ദ ഏജ് ഓഫ് 21. എന്തെന്നാൽ സ്ത്രീകൾ ഇപ്രകാരമുള്ള ട്രിപ്പിൾ തലാഖായാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമത്തിലെ പാവപ്പെട്ട പെൺകുട്ടിക്ക് ബാല്യവിവാഹം നടക്കുന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം ജീവിതത്തിന്റെ തീരുമാനം അവർ തന്നെ എടുക്കാൻ വേണ്ടി കല്യാണപ്രായം 21ലേക്ക് മാറ്റി. ഇത് വെച്ച് ആർട്ടിക്കിൾ 19 എടുത്ത് സംസാരിച്ചു. ആർട്ടിക്കിൾ 19 എവിടെയും ഇങ്ങനൊരു കാര്യം എഴുതിയിട്ടില്ല. അതായത് ദ ഫ്രീഡം ഇസ് ഫോർ ലിവ് ഇൻ റിലേഷൻഷിപ്പ്, ഫ്രീഡം ഇസ് ഫോർ സെക്സ്, ഫ്രീഡം ഇസ് ടു ഡു മാരേജ് വെനെവർ ദേ വാണ്ട്. ആർട്ടിക്കിൾ 19 പറയുന്നു യു ക്യാൻ ഹാവ് പ്രൊഫഷണൽ ഫ്രീഡം, റൈറ്റ് ടു എക്സ്പ്രഷൻ, റൈറ്റ് ടു സ്പീച്ച്. ഇവര് പുതിയതായിട്ട് എടുത്തോണ്ട് വന്ന് എവിടെയാ ഇടുന്നേന്ന് പുതിയൊരു അറിയില്ല. നിയമം കൊണ്ടുവന്നില്ലേ, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞ്. പിന്നെ UCC, അതെ, അതിൽ ലിവിങ്ങിനുള്ള നിയമം ഉണ്ടെന്നാണ് പറയുന്നത്. ഒവൈസി സാർ ആപ്കി അദാലത്തിൽ വന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ കുട്ടികളുടെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കുന്നതിന് സമമാണെന്ന്. അല്ല, ഈ യൂണിഫോം സിവിൽ കോഡിൽ ബെഡ്റൂം എവിടുന്നാ വന്നത്? അതെനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യ. യൂണിഫോം സിവിൽ കോഡിൽ എന്തൊക്കെയുണ്ടെന്നാൽ, അതായത് ഒരു വീട്ടിലെ സ്ത്രീകൾക്ക് സ്വത്തിൽ ആൺകുട്ടികൾക്ക് ഈക്വലായിട്ട് പെൺകുട്ടികൾക്ക് പ്രോപ്പർട്ടീസ് കിട്ടുന്നില്ല എങ്കിൽ ഏതൊരു മതമാണെങ്കിലും ശരി പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ പോലെ തന്നെ എല്ലാം കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഐഡിയ. അല്ല, ഈ പ്രോപ്പർട്ടിയിൽ ബെഡ്റൂം എവിടുന്നാ വന്നത്? അല്ല, ആ കട്ടിലും ബെഡും നൽകുന്നതിനെ കുറിച്ചാണോ പറഞ്ഞത്? ഇല്ല, അദ്ദേഹം എന്താ കരുതുന്നത് വെച്ചാൽ എല്ലാ നിയമങ്ങളും, അത് മുത്തലാഖാണെങ്കിലും യൂണിഫോം സിവിൽ കോഡ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ 33.3% വിമൻ റിസർവേഷൻ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ CAA ആണെങ്കിലും, ഇതെല്ലാം തന്നെ മുസ്ലിങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അസാദുദ്ദീൻ സർ സ്ത്രീകളെ വളരാൻ അനുവദിക്കില്ല. അദ്ദേഹം സ്ത്രീകളെ മുകളിലേക്ക് വളരാൻ അനുവദിക്കില്ല. ഏതൊരു മനുഷ്യനാണോ സ്ത്രീകളുടെ വേദന മനസ്സിലാക്കുന്നത് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരുടെ കഷ്ടപ്പാടുകളെയും വേദനകളെയും കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കണമായിരുന്നു. ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നു, നമ്മുടെ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾക്ക് ബഹുമാനം നൽകണമെന്ന്, ഈക്വാലിറ്റി നൽകണമെന്ന്. ഇദ്ദേഹം ഇതിന്റെയൊക്കെ ഇടയിൽ കയറി എല്ലാം ഇല്ലാതാക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം ആരുടെ ശത്രുവാണെന്ന് നിങ്ങൾ തന്നെ പറയൂ സർ. അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരികയാണെങ്കിൽ, CAA കാലിനടിയിലിട്ട് ചവിട്ടിയരിക്കാൻ സ്ത്രീകൾ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് പോലും ചോദ്യചിഹ്നമായി മാറും. അവസാനം മുസ്ലിങ്ങൾ ആരും കാണില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ആസാദ്ജിയുടെ അടയാളം മാത്രമേ പുറത്തേക്ക് വരൂ. സോ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ മുസ്ലിം സ്ത്രീകൾ ഒരിക്കലും വളരാൻ പാടില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞു വരുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടാൻ പാടില്ല അദ്ദേഹം പറയുന്നത് എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്ന്. ബനസീർ അത് ധരിക്കാറില്ലല്ലോ. അവരതൊന്നും ധരിക്കാതെ മുഖം മൂടിക്കെട്ടാതെയാണല്ലോ നടക്കുന്നത്. ഇതൊന്നും ധരിക്കാതെ ബനസീർ പ്രധാനമന്ത്രിയാവാം. അതും സൗദി അറേബ്യയിൽ മിസ് സൗദി അറേബ്യ നടക്കാൻ പോവാണ്. ഡു യു നോ ദാറ്റ്? ഇപ്പൊ സൗദി അറേബ്യയിൽ മിസ് സൗദി അറേബ്യ കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പൊ പിന്നെ അതൊക്കെ ഇസ്ലാം കൺട്രീസ് അല്ലേ സർ?
ഇവര് മദർഷയിൽ പഠിപ്പിക്കാറില്ല. 25 വർഷങ്ങളായി ആർട്ടിക്കിൾ 13 എന്നൊന്നുണ്ട്, അത് ഉപയോഗിക്കാറില്ല. എന്നാൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം പെണ്ണുങ്ങളുടെ മുഖം പുറത്ത് കാണരുതെന്ന് വിചാരിക്കുന്ന ഒരൊറ്റയാൾ ഇയാള് മാത്രമായിരിക്കും സർ. വാവ് വാവ്. അതുകൊണ്ടാ ഞാൻ പറയുന്നേ രജത് സർ, ഭാരത് മാതാ വിജയിക്കട്ടെ എന്ന് സ്വന്തം വാഗൊണ്ട് പറയാത്ത ഒരാൾ ഇയാള് മാത്രമാണ്. എന്റെ കഴുത്തിൽ നിങ്ങൾ കത്തിവെച്ച് വരട്ടിയാൽ പോലും ഭാരത് മാതാ വിജയിക്കട്ടെ എന്ന് പറയില്ലെന്നാണ് പറയുന്നത്. തന്റെ സ്വന്തം ഭൂമിയെ മാതാവായി കരുതാത്തവൻ സ്വന്തം നാട്ടിലെ സ്ത്രീകളുടെ വളർച്ചയ്ക്ക് എന്ത് ചെയ്യും സാർ? ഒന്നും മിണ്ടാതെ പോ സാർ. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. താങ്കൾക്ക് തീർച്ചയായും ഹൈദരാബാദിലുള്ള മുസ്ലിം സ്ത്രീകളുടെ വോട്ട് തീർച്ചയായിട്ടും ലഭിക്കുമെന്ന്. അവിടെയുള്ള മുസ്ലിം സ്ത്രീകളുടെ വോട്ട് താങ്കൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുമല്ലോ. സാർ, ആരൊക്കെയാണോ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അവരൊക്കെ ഉറപ്പായി ഞങ്ങൾക്ക് വോട്ട് ചെയ്യും സാർ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ അടുത്ത് എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, റീസെന്റ് OIC സാർ മുത്താർ അൻസാരി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടില് കണ്ടലൻസിന് പോയിരുന്നു. അതിനെ നിങ്ങളുടെ പാർട്ടി ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റി. എന്തുകൊണ്ടാ മാഡം? അവിടെ അദ്ദേഹം എന്താ പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ താങ്കളോട് പറയാം. പറയൂ. അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കാൻ പോകുമ്പോൾ അതെ, OIC സാർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഇൻഷാ അല്ലാ ഈ ഇരുട്ട് നീങ്ങി വെളിച്ചം തീർച്ചയായിട്ടും വരും. താങ്കൾ ഫിറോൺ ആണെങ്കിൽ മൂസ തീർച്ചയായും വരുമെന്ന്. ഭംഗിയായി പറഞ്ഞു സർ. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മറ്റൊരു മനോഹരമായ കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇവർക്ക് മുക്താറിനെ പോലെ 8 പേരെ കൊന്നവരെയാണ് വേണ്ടത്. ഇന്ത്യൻ എക്സ്പ്രസ്. അസദുദ്ദീൻ ഒവൈസി booked for tradition over extending legal age to alleged ISIS member. ഇനി പറയൂ, ഇതൊക്കെയാണോ മുസ്ലിംസിന്റെ നിയമങ്ങൾ? അദ്ദേഹം ഇപ്പോൾ നേതാവിന്റെ ഗതി മാറിയതായിട്ടാണ് കണ്ടില്ലേ? അവർ പറയുന്നത്. അതെയോ? അതിനുപരിയായിട്ട് ഒരു 8 കൊല കേസ് ചെയ്ത ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 കൊല ചെയ്തിട്ട് മാറിയെന്നാണോ പറയുന്നേ? ചേടാ, ഇവരെയൊക്കെ ഇനിയും വിടുകയാണെങ്കിൽ അവിടെ തന്നെ കുറെ കൊലയും കൂടി ചെയ്തിട്ട് അങ്ങ് കൂടുമെന്നാ തോന്നുന്നേ. അതിനും മുക്താർ അൻസാരിക്കും യാതൊരു ബന്ധവുമില്ല. ആ ഏരിയയിൽ നിന്നും മുക്താർ അൻസാരിയെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഒരു പക്ഷേ ISIS മെമ്പേഴ്സിനെ എന്ത് പറയാനാ സഹായിക്കുന്ന അസാദ് സർ 40 വർഷങ്ങളായി ജയിക്കുമ്പോൾ, 8 കൊല ചെയ്ത മുക്താർ സാർ എങ്ങനെയോ ജയിക്കുമ്പോൾ അത്ഭുതപ്പെടാൻ ഒരു കാര്യവുമില്ല സർ. വിഷമിക്കേണ്ടതിന്റെ യാതൊരു കാര്യവുമില്ല സർ. അതുകൊണ്ടാണ് പറയുന്നത് അസാദ് ഈസ് നോട്ട് ദി ബി ടീം ഓഫ് BJP. നിങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് സർ. അസാദ്, മുക്താർ അൻസാരി ഇവരെല്ലാവരും ഒരാൾ മറ്റൊരാളുടെ ബി ടീമാണ്. ഇവരോരോരുത്തരും മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്തോണ്ടിരിക്കുക. അതുമാത്രമല്ല, നല്ല മനുഷ്യർക്കെതിരെ വളരെ നല്ല മനുഷ്യന്മാരായ നമ്മുടെ നേതാക്കന്മാരായ മോദി സാറിനെതിരെയും അമിത് സാറിനെതിരെയും ഇവര് നാടിനു വേണ്ടി നല്ലത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിൽ മതം കൊണ്ടുവരാൻ അവരുദ്ദേശിക്കുന്നില്ല. അവർക്കെതിരെ വീണ്ടും 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 തെറ്റായ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ് ഇവരൊക്കെ. കാരണം ഏതൊരു മുസ്ലിമും യഥാർത്ഥത്തിൽ സത്യമായി സത്യസന്ധമായി അവരെ രക്ഷിക്കുന്നവർ മോദിജിയാണെന്ന് വിചാരിക്കരുതെന്ന് അവർ വിചാരിക്കുന്നു. താങ്കൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഔറംഗസീബിന്റെ റൂൾസിനേക്കാളും വളരെ മോശമാണ്, ബ്രിട്ടീഷുകാരുടെ റൂൾസിനേക്കാളും വളരെ മോശമാണ് ഈ 2 സഹോദരന്മാരും ചേർന്ന് ഭരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതെ. ചെങ്കിച്ചർലയിൽ എന്താണ് സംഭവിച്ചത്? ചെങ്കിച്ചർലയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയോ സർ? അവിടെ പാർട്ടിവാഡാന്നൊരു സ്ഥലമുണ്ട്. പാർട്ടിവാഡയിൽ പഴവ്യാപാരികൾ മാത്രമേ ഉണ്ടാവൂ. അവരെയൊക്കെ ഞങ്ങൾ പിട്ടലു എന്നാണ് പറയാറ്. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പിട്ടലു എന്ന് പറയും. ഒരുപക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ST ജനങ്ങൾ പാവ അവിടെയുള്ള എല്ലാവരെയും യാതൊരു രീതിയിലും വളരുവാൻ അനുവദിക്കാറേയില്ല. പഴങ്ങൾ വിറ്റ് വിറ്റ് അവരുടെ ജീവിതം അവസാനിക്കുകയാണ്. ഇവരെല്ലാവരും ഇവര് ചെയ്ത ഏറ്റവും വലിയ പാപം എന്താണെന്നറിയോ? ഹോളി ആഘോഷിച്ചത്. അവരൊന്ന് ഹോളി ആഘോഷിച്ചു സർ. പാട്ട് വെച്ചു. അവിടെയുള്ള പെൺകുട്ടികൾ ആടിയും പാടിയും ഹോളി ആഘോഷിച്ചു. അതെന്താ അത്ര വലിയ തെറ്റാണോ സർ? അവിടെ ഉണ്ടായിരുന്ന മസൂദിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുരുഷന്മാരൊക്കെ അവരെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. ഇവരുടെ വീട്ടിലെ പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് വേണം പുറത്തു പോകാൻ. അവിടുത്തെ ഹിന്ദു ജനങ്ങൾ, ST ജനങ്ങൾ, സ്റ്റേറ്റസിലെ താഴെയുള്ള ജനങ്ങൾ അവരൊന്നും പറയാൻ പാടില്ല.
അവരവരുടെ വീടിന് മുമ്പിൽ പാട്ടും കേട്ടോണ്ട് ഹോളി ആഘോഷിക്കുകയായിരുന്നു. നിങ്ങൾ അവരെ വീഡിയോ എടുത്തു. നല്ല കുടുംബത്തിലെ പുരുഷന്മാരിങ്ങനെ ചെയ്യുമോ സർ? പറയൂ. മാത്രമല്ല, ഈ 2 പെൺകുട്ടികളും നിങ്ങൾക്ക് ഒരേപോലെ അല്ലേ സർ? നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും പറഞ്ഞോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചോ? പക്ഷെ മുക്താറിന്റെ മരണത്തിന് പോയി ആദരാഞ്ജലി അർപ്പിക്കാൻ അവിടെ 8 പെൺകുട്ടികളുടെ തലയിലാണ് പരിക്കു പറ്റിയത്. അവിടുത്തെ ഒരു പെൺകുട്ടി ഗർഭിണിയായിരുന്നു, പ്രഗ്നന്റ് ആയിരുന്നു. നിങ്ങൾ അങ്ങോട്ട് പോയില്ലല്ലോ. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു. ആ പെൺകുട്ടികളെ കാണാൻ ശ്രമിച്ചു, പക്ഷെ പോലീസ് ഞങ്ങളെ അകത്തേക്ക് വിട്ടില്ല. എന്നിട്ട് ഞാൻ FIR കാണിക്കാൻ പറഞ്ഞു. പെറ്റി കേസാണ് ഇട്ടിരുന്നത്. തല തല്ലി തകർത്തിട്ട് പെറ്റി കേസാണോ ഇടുക? ഉടൻ തന്നെ FIRൽ എഴുതണ്ടേ? ഉടൻ തന്നെ അവിടെയുണ്ടായിരുന്ന പാർട്ടിവാട ജനങ്ങൾ അവരവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി തലയിൽ പരിക്കേറ്റിട്ടും എതിർത്ത് പോരാടുകയാണ് ചെയ്തത്. അതിന് 307 ഇട്ടു. അവരുടെ മേൽ കൊലക്കുറ്റമാണ് ചുമത്തിയത്. ഇതിനെയാണോ ഡെമോക്രസി എന്ന് പറയുന്നത്? ഒരുപക്ഷെ നമ്മൾ അതിനെ എതിർത്ത് ചോദിച്ചാൽ നമ്മളെക്കുറിച്ച് വേറെന്തൊക്കെയാണ് പറയുന്നത്? അപ്പൊ ഇവരൊക്കെ ഔറംഗസീബ് അല്ലേ? ബ്രിട്ടീഷ് ഭരണമാണ് നടക്കുന്നത്. ജനങ്ങളെ തമ്മിൽ തല്ലിക്കുകയാണ്. ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന സംഭാഷണങ്ങൾ നടത്തി അവരെ തമ്മിൽ തല്ലിക്കുകയാണ്. ഈ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ഒരുമയോടെ ഉണ്ടാവാൻ പാടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? കുറച്ച് നല്ല കാര്യങ്ങൾ പറയൂ സർ. എപ്പോഴെങ്കിലും പറയൂ സർ. കേൾക്കാൻ ആഗ്രഹമുണ്ട്. വല്ലപ്പോഴുമെങ്കിലും പറയൂ. അതിനുശേഷം ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. നാഷണൽ ന്യൂസുകാർ വന്ന് എന്നെ കവർ ചെയ്തു. എന്റെ അടുത്തൊരു അമ്മയുണ്ടായിരുന്നു. അവര് കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതിനവര് പറയാ, 18 വയസ്സുള്ള ഒരു ആൺകുട്ടി, ഒരേ ഒരു ആൺകുട്ടി 2 ദിവസങ്ങളായി അവനെ ഒരു മുസ്ലിം പയ്യൻ ബസ്സില് വെച്ച് ബാക്ക്യാർഡിൽ വെട്ടി ഇൻറ്റസ്റ്റൈൻ മുഴുവൻ പുറത്തെടുത്തെന്ന്. ഈ കാര്യം കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാന്ന് പറ? എല്ലാ മുസ്ലിംസും ഇങ്ങനെ ചെയ്യില്ലല്ലോ. പക്ഷേ ചെയ്തവൻ, അവന് ശിക്ഷ കിട്ടിയേ പറ്റൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഇതല്ലേ സർ സത്യം? ഈ കാര്യം ആ അമ്മ എന്നോട് പറയുമ്പോൾ നാഷണൽ ന്യൂസിലേക്ക് പോകുമ്പോ ഞാൻ അവരെ കൂടെ നിന്ന് സഹായിച്ചു. അതിനെ എതിർത്ത് ഞാൻ ചോദ്യം ചോദിച്ചു. 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിരുന്നില്ല. 1 അവറിൽ അവർക്ക് ബോഡി കിട്ടുന്ന പോലെ ചെയ്തു സർ. ഇപ്പോൾ താങ്കൾ ഹൈദരാബാദിൽ ലോക്സഭാ ഇലക്ഷനിൽ നിൽക്കാൻ പോവുകയാണ്. എല്ലാ ഇഷ്യൂസും ജനങ്ങളുടെ മുന്നിൽ വെക്കുകയും ചെയ്യുന്നു. ഇലക്ഷനിൽ ജയിക്കുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് താങ്കൾ എന്തെങ്കിലും നല്ലത് ചെയ്യുമോ? നല്ലതെന്താണ് സാർ? ഇതുവരെ അവർ ഇരുട്ടിലാണ് ജീവിച്ചത്. എല്ലാവരെയും ഞാൻ വെളിച്ചത്തേക്ക് കൊണ്ടുവരും സാർ. അവർക്ക് ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ വെളിച്ചം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും സാർ. എല്ലാവരെയും ഞാൻ കാണിക്കും. ഇതൊരു ഇതിഹാസമാക്കി മാറ്റും ഞാൻ. ഈ ഭാരതദേശത്ത് ഹിന്ദുവും മുസ്ലിമും സഹോദരങ്ങളായി ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. അബ്ദുൾ കലാമിനെ പോലൊരു മുസ്ലിമിനെ കണ്ട നാടാണിത്. ഇത്തവണ ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. 400 സീറ്റും കടക്കും. അതും ഹൈദരാബാദിൽ ചെയ്ത് കാണിക്കും. അതുമാത്രമല്ല, മോദിജി പറഞ്ഞതുപോലെ ഇതും ഞാൻ തെളിയിച്ചു കാണിക്കും. അതായത് മോദിജി പറഞ്ഞതുപോലെ സബ്കാ സാത്ത് സബ്കാ വികാസ്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് എന്തെന്നാൽ, हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब आज से। ओहो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब आज से। हम चलेंगे साथ साथ, डाले हाथों में हाथ, കാരണം സബ്കേ സാത്ത്. परफेक्ट। ശരി, ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മാലതി ലതയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരും. ഇവര് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് ഇതൊരു ഡെങ്കു ആണെന്നാ. സർ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവര് ധർമ്മത്തെയാണ് ഡെങ്കു എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് ഇവരെന്തെങ്കിലും മേളിൽ ചെല്ലും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാലതി ലതയോടാണ്. അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ
ഹൈദരാബാദിലെ BJP സ്റ്റാർ ലീഡർ മാധവി ലതയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇവർ ഹിന്ദുത്വയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. മാധവി മാം, ധാരാളം പേര് എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ ഒരു തീവ്ര ഹിന്ദുത്വവാദി ആയതുകൊണ്ടാണ് OWൈസിക്കെതിരായിട്ട് താങ്കളെ ഹൈദരാബാദിൽ നിർത്തിയതെന്ന്. ഞാനൊരു തീവ്ര ഹിന്ദുത്വവാദി ആയതെന്തെന്നാൽ ജനസേവനം ദൈവസേവനമായി ഞാൻ കരുതുന്നതുകൊണ്ടാണ്. ഞാൻ തീവ്ര ഹിന്ദുത്വവാദിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഉറപ്പിച്ച് ഹിന്ദുത്വവാദി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ധർമ്മോ രക്ഷിത രക്ഷത്തഹയിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു നേതാവ് ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഡെങ്കുവും മലേറിയയും നമ്മൾ നശിപ്പിച്ചതുപോലെ തന്നെ സനാതന ധർമ്മത്തെയും തീർച്ചയായും നമ്മൾ നശിപ്പിക്കണമെന്ന്, പൂർണ്ണമായിട്ടും നശിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഉദയനിധി സ്റ്റാലിൻ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ? അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ അമ്മയും വീട്ടിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയമില്ലേ, ആദ്യം ആ പൂജാരിയെയാണ് പുറത്താക്കേണ്ടത്. അമ്മയും ഭാര്യയും ദിവസവും മകന് വേണ്ടി, അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ദിവസവും പൂജാമുറിയിൽ പൂജകൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണിവര് പുറത്തു വന്ന് രാഷ്ട്രീയത്തിൽ ഇത് ഡെങ്കു എന്ന് പറയുന്നത്. സാറേ, ഞാൻ പറഞ്ഞേക്കാം, ഏത് ധർമ്മത്തെയാണ് ഇവര് ഡെങ്കു എന്ന് പറയുന്നത്? എന്നെങ്കിലും ഒരു ദിവസം ഇത് അവർക്ക് തന്നെ പ്രശ്നമായി തീർന്നോളൂ. എല്ലാത്തിനേക്കാളും റീസെന്റ് ആയിട്ട് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞെന്ന് വെച്ചാ ഹിന്ദു ധർമ്മം എന്നത് ശക്തിയാണ്, ആ ശക്തിക്കെതിരായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണമെന്ന്. സർ, അദ്ദേഹം ശരിയല്ലേ പറയുന്നത്? ഹിന്ദു ധർമ്മം എന്നതൊരു ശക്തിയല്ലേ? ശക്തിക്കെതിരെ യുദ്ധം ചെയ്തേ പറ്റൂ. മുമ്പിൽ തന്നെ ഇരിക്കുന്നില്ലേ ഞാൻ? കൊള്ളാം, കുഴപ്പമില്ല. രാഹുൽ സർ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു സത്യം പറഞ്ഞത്. ഇതേതായാലും സത്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ മുത്തശ്ശിയും ഒരു ശക്തിയാണ് സർ. അത് മനസ്സിലായില്ലെന്നുണ്ടോ? ഇന്ദിരാഗാന്ധിയും ഒരു ശക്തിയായിരുന്നു. സ്വന്തം മുത്തശ്ശിയെപ്പോലും അദ്ദേഹം മനസ്സിലാക്കിയില്ല. എന്നിട്ടാണോ ഈ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷ അറിയുന്നത്? ഭാരത മാതാവിനെ എങ്ങനെ മനസ്സിലാക്കും സർ? ഇപ്പോ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാ മോദിജി ഈ ഹിന്ദു ശക്തിയെ എല്ലാം ഒന്നിച്ചു ചേർത്ത് വോട്ട് വാങ്ങിക്കാൻ നോക്കിയാണ്. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ അത് BJPയുടെ ഷോയായിട്ട് മാറ്റിയെന്ന്. സർ, ഇവരൊക്കെ ഇറ്റലിയിൽ ഇവരെല്ലാവരും ഒരുമിച്ചുകൂടി ബോഫോസ് ക്യാമ്പ് നടത്തുകയാണ്. കേട്ടല്ലോ? അതൊക്കെ അവരുടെ പ്രോപ്പർട്ടിയാ. അതുമാത്രമല്ല അക്ബറുദ്ദീൻ സർ അദ്ദേഹത്തിന്റെ മസൂദി തകർത്തിട്ട് ബാബ്രി മസ്ജിദ്, ബാബ്രി മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവര് ചെറുപ്പത്തിൽ തൊപ്പി പോലും ധരിച്ചിരുന്നില്ല, മീശ പോലും വടിച്ചില്ല. ഇപ്പോ ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് മുസ്ലിം ആകാൻ വരികയാണ്. മാത്രമല്ല കുറ്റം ആരോപിക്കുന്നത് മോദിജിയുടെ മേലാണ്. അദ്ദേഹം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി, ഇതിഹാസത്തിൽ ഞങ്ങൾക്കും അവകാശമുണ്ട്, ഒരു രാമക്ഷേത്രം നിർമ്മിക്കണം. ഇവരൊന്നും മക്കയ്ക്ക് പോവാറില്ലേ? മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോ ഈ അസദുദ്ദീനെ തന്നെ എടുത്തോളൂ. അദ്ദേഹം എന്താ മെക്കയ്ക്ക് പോവില്ലേ? ആദ്യം നിങ്ങള് ഹൈദരാബാദിൽ തകർത്ത മസൂദികളില്ലേ, അതൊക്കെ വീണ്ടും നിർമ്മിക്കാൻ പറയേ. ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് ആ വഖഫ് ബോർഡെല്ലാം തിരിച്ചു തരാൻ പറയേ. ഹിന്ദുക്കൾക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അവകാശമില്ലേ? പിന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല സർ. നിങ്ങൾ എന്നേക്കാളും മുതിർന്നയാളല്ലേ, പറയൂ സർ. ഇദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിമിനു വേണ്ടി കണ്ണുനീർ വാർക്കുകയാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിമിനു വേണ്ടിയും കരയുന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിമിനു വേണ്ടിയും കരയുന്നു. ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ട്രിപ്പിൾ തലാഖും UCC നിയമവും കൊണ്ടുവന്നു, അതിനുവേണ്ടിയും കരയുന്നു. അവരുടെ മസൂദികൾ തകർത്ത് പണം സമ്പാദിക്കുന്നു, എന്നിട്ട് ബാബ്രി മസ്ജിദിനു വേണ്ടിയും കരയുന്നു. ജയ് ഹിന്ദ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിഹാസം മാറ്റിമറിക്കണമെന്ന് അതിനുവേണ്ടിയും തല്ലുണ്ടാക്കുന്നു. അല്ല, ഈ നാട്ടിൽ അദ്ദേഹത്തിന് എന്താണ് സർ പ്രശ്നമുള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റസാക്കാര് പോയിക്കഴിഞ്ഞു. കാസിം റസിയുടെ വിശ്വാസികളാണ് ഇവിടെയുള്ളത്. സാർ, ഇവരും ഈ നാട് വിട്ടു പുറത്തു പോകുന്നതുവരെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇവിടുത്തെ മുസ്ലിംസിന് വളർച്ചയുണ്ടാവില്ല. ഇവിടുത്തെ മുസ്ലിംസിനെ വളരാൻ അവരനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ എവിടേക്ക് അയക്കും?
സർ, ഇത്തവണ നിങ്ങൾ നോക്കിക്കോളൂ. ഇവര് തോറ്റു തൊപ്പിയിടും. ഇവിടെ മാത്രമല്ല, ഹൈദരാബാദ് ലോക്സഭാ പാർലമെന്റിൽ മാത്രമല്ല, ഈ ഭാരതദേശത്ത് ഇദ്ദേഹം എവിടെയൊക്കെ പോകുന്നോ, ഹിന്ദുക്കൾ മാത്രമല്ല സർ, മുസ്ലിംസ് എല്ലാവരും ചേർന്ന് ഇയാളെ തോൽപ്പിക്കുക തന്നെ ചെയ്യും, അതുറപ്പാണ്. പബ്ലിക്കിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഹൈദരാബാദില് കെ കവിത ഇപ്പൊ തിഹാർ ജയിലിലാണ്. അദ്ദേഹം എന്തു പറയുന്നു വെച്ചാ പൊളിറ്റിക്കൽ ചതി കാരണം കൊണ്ടാണ് അദ്ദേഹം അകത്തിരിക്കണെന്നാണ്. അവര് പാവമാണോ? അക്കാര്യക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നേ? കവിതയുടെ അറസ്റ്റിനു വേണ്ടി ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കിങ്സ് ഗ്രൂപ്പ് അസദിനെ പുറകിൽ നിന്ന് ബാക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വണ്ടിയും കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി ശാസ്ത്രിപൂരിൽ ഒരു വീടും നിർമ്മിച്ചു നൽകി. ഫണ്ടിങ്ങും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈയിടെയിൽ എന്തുകൊണ്ട് പുറത്തു വന്നില്ല പറയൂ? അതിന്റെ കാരണം എന്തെന്നാൽ അവിടെയുള്ള പത്രക്കാരെല്ലാം ഇവരെ കണ്ടാ പേടിച്ച് വിറയ്ക്കും. സർ, ഇത് വലിയൊരു ലോകമാണ്. ഇവിടെ എല്ലാവരും കഷ്ടപ്പെടുകയാണ്. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ചോദിച്ചാൽ പോലും അവസാനം ഉത്തരം പോയി നിൽക്കുന്നത് OVCയുടെ അടുത്താണ്. അവര് കെ കവിതയെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് ചോദിച്ചത്. പക്ഷെ താങ്കളത് കെ കവിതയ്ക്ക് കാരണം കവിതയുടെ അച്ഛൻ KCR സാർ ഉണ്ടല്ലോ, AMIMന്റെ പ്രസിഡന്റായ അസദുദ്ദീനും തമ്മിൽ അമ്മാവനും മരുമോനും ബന്ധമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. അവർ ഓപ്പണായിട്ട് പറയാണ് ഞങ്ങൾ അമ്മാവനും മരുമോനും ആണെന്ന്. അമ്മാവനും മരുമോനും ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാവേണ്ടതല്ലേ? നിങ്ങൾ തന്നെ പറയൂ. ഇവരെയൊക്കെക്കാൾ എനിക്ക് പ്രായം കുറവാണ്. രാഷ്ട്രീയത്തിൽ ഞാൻ പുതിയതാണ്. അവര് തമ്മിലുള്ള ബന്ധം ഞാനെങ്ങനെ അറിയാനാ? താങ്കൾ രാഷ്ട്രീയത്തിൽ പുതിയതാണെന്ന് ആരും പറയില്ല. മാഡം വളരെ നന്നായി ഭജന പാടുമെന്ന് കേട്ടിട്ടുണ്ട്. മാഡം ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഞങ്ങൾക്കായി ഒരു നല്ല രാമഭജന പാടിത്തരുവാണെങ്കിൽ ഷോ വളരെ അടിപൊളിയാവും. पायो जी मैंने राम रतन धन पायो, पायो जी मैंने राम रतन धन पायो, पायो जी मैंने राम रतन धन पायो. മാധവി മാം, ഞങ്ങൾ താങ്കളോട് പല രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു. പക്ഷേ താങ്കൾ അതിനുള്ള വ്യക്തമായ ഉത്തരവും നൽകി. താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ വന്നതാണെന്ന് സത്യമായിട്ടും ആരും വിശ്വസിക്കില്ല. താങ്കൾ ഒരു ഫുൾ ഫ്ലെഷ്ഡ് രാഷ്ട്രീയക്കാരനെ പോലെയാണ് സംസാരിച്ചത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സോണൽ മാൻസിംഗിന്റെ ജഡ്ജിമെന്റ് നോക്കാം. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വിചാരണ മാധവി ലതയ്ക്കെതിരായിട്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ പുതിയതായിട്ട് വന്ന മാഡത്തിന് രാഷ്ട്രീയത്തിനെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. നമ്മൾ മാഡത്തിനോട് കുട്ടിക്കാലം മുതലുള്ള കാര്യം തൊട്ട് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള കാലം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞു. അവർ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരവും നമുക്ക് നൽകിക്കഴിഞ്ഞു. ഇന്ന് ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സോണൽ മാൻസിംഗിന്റെ ജഡ്ജിമെന്റിനുള്ള സമയമാണ്. കല്ല് കണ്ണാടിയിലെറിഞ്ഞാൽ ഉറപ്പായും ആ കണ്ണാടിയൊടയും എന്നുള്ളത് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാ. എന്നാൽ ഇന്ന് സമൂഹത്തിന്റെ ഈ കണ്ണാടി കല്ലും തകർത്ത് കളയും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. അതുപോലെ അഗ്നിശിഖ, ദ്രൗപദിയെ അഗ്നിശിഖ എന്ന് പറയാറുണ്ട്. ഇന്ന് മറ്റൊരു അഗ്നിശിഖ, നമ്മുടെ ഭാരതാമ്മയുടെ ധീരയായൊരു പുത്രി, അവളിന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അവരുടെ ആത്മവിശ്വാസവും അതിൽ തെളിഞ്ഞു കാണാം. അതുമാത്രമല്ല, ഈ ഭാരതത്തിന്റെ ബഹുമാനവും കാണാനാകുന്നു. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് ഓർ സബ്കാ പ്രയാസ്. മോദിജിയുടെ ഈ വാക്കുകൾക്ക് ചേർന്നതാണ്. നിങ്ങൾ ഇനിയും വളരെയധികം പ്രശസ്തയാവണം. ഭാരതമാതാവിന്റെ പേരും നിങ്ങൾ പ്രശസ്തമാക്കണം. അതുപോലെ നിങ്ങൾ ഇവിടെയുള്ള ഓരോരുത്തരുടെയും സഹോദരിയായി നിന്ന് അവരെ സേവിക്കണം. ശ്രീ മാധവി ലത ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കണം. പാവങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ വരാൻ പോകുന്ന ഇലക്ഷനിൽ വളരെ കഠിനമായ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. ഇവർ മത്സരിക്കുന്നത് OVCക്ക് എതിരായിട്ടാണ്. നമ്മുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഈ ഇലക്ഷനിൽ ഇതുപോലെയുള്ള പോരാട്ടത്തോടുകൂടി ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
ഇന്ന് വിചാരണ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും.